ഡൽഹിയിൽ ജീവശ്വാസം കിട്ടാതെ ജനങ്ങൾ മരിച്ചു വീഴുമ്പോൾ ഭരണകൂടം നോക്കുകുത്തിയായിരുന്നു. ഇപ്പോഴും രാജ്യത്ത് ഓക്സിജൻ ലഭ്യത ഉറപ്പാക്കാൻ ഭരണകൂടത്തിനായിട്ടില്ല. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ വി ശ്രീനിവാസും സംഘവുമാണ് ഡൽഹിയിൽ ഇപ്പോഴും പ്രാണവായുമായി ഓടിയെത്തുന്നത്. ഡൽഹി പോലീസിനെ ക്രൈംബ്രാഞ്ച് ഇന്ന് ശ്രീനിവാസിനെ ചോദ്യം ചെയ്തു. ഓക്സിജനും ജീവൻരക്ഷാ മരുന്നുകളും വിതരണം ചെയ്യാനുള്ള പണം എവിടെ നിന്നാണ് എന്നാണ് ഡൽഹി പോലീസിന്റെ ചോദ്യം. അമിത്ഷായുടെ പോലീസ് രക്ഷാപ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുകയാണ്. സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. നമ്മളോടൊപ്പം അതിഥികളായി യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർക്കി, ബിജെപി വക്താവ് PR ശിവശങ്കരൻ, ആരോഗ്യ വിദഗ്ധൻ ഡോക്ടർ രാമൻ എന്നിവർ. ആദ്യം അബിൻ വർക്കിയിലേക്ക്. ശ്രീ അബിൻ, വി ശ്രീനിവാസിനെ ഡൽഹി പോലീസ് ചോദ്യം ചെയ്തത് ഒരുതരം ഭീഷണിപ്പെടുത്തലോ ഇന്റിമിഡേഷനോ ഒക്കെയാണ് എന്നാണ് കോൺഗ്രസിന്റെ അഭിപ്രായം. പക്ഷേ ഡൽഹി പോലീസ് ചോദ്യം ചെയ്തത് വി ശ്രീനിവാസിനെ മാത്രമല്ല, BJP MP ആയ ഗൌതം ഗംഭീറിനെയും ചോദ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോടതി നിർദ്ദേശപ്രകാരം ഒരു അന്വേഷണത്തിലായിരിക്കുമല്ലോ, സ്വാഭാവികമായും അത്തരം കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയാകാം ഡൽഹി പോലീസ് എത്തിയതെന്നാണ് BJPയുടെ വാദം. ഇത് യൂത്ത് കോൺഗ്രസിനെ അല്ലെങ്കിൽ കോൺഗ്രസിനെ ശ്രീനിവാസിനെ ലക്ഷ്യം വെച്ചുള്ള ഒരു വേട്ടയാണെന്ന് നിങ്ങൾ വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഈ കോവിഡ് രണ്ടാം തരംഗം തുടങ്ങിയതിനു ശേഷം യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ ശ്രീ വി ശ്രീനിവാസ് യൂത്ത് കോൺഗ്രസിന്റെ എല്ലാ സംസ്ഥാന ഘടകങ്ങളെയും യോജിപ്പിച്ചുകൊണ്ട് നടത്തുന്ന കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ അത് രാജ്യമെങ്ങും തന്നെ ശ്ലാഘിച്ച ഒന്നാണ്. നമുക്കറിയാം, BJPയുടെ MP ആയ ഹൻസ്രാജ് ഹൻസ് പോലും കേന്ദ്ര സർക്കാരിന്റെ എല്ലാവിധമായ സൌകര്യങ്ങളും ഉണ്ടായിട്ട് പോലും യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷനെ ടാഗ് ചെയ്തുകൊണ്ട് SOS IYC ട്വീറ്റ് ചെയ്തത് നമ്മൾ ഈ രാജ്യം കണ്ടതാണ്. അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകർ, ഇന്ത്യ ടുഡേയും ടൈംസ് ഓഫ് ഇന്ത്യയും പോലെയുള്ള ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളെല്ലാം തന്നെ ഒരു അടിയന്തര സാഹചര്യം ഡൽഹിയിൽ വരുമ്പോൾ ആദ്യം നോക്കുന്നതും അതുപോലെ തന്നെ ട്വീറ്റ് ചെയ്യുന്നതും വി ശ്രീനിവാസിനെയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ന്യൂസിലൻഡ് എംബസി, ആ എംബസിയിലേക്ക് ഓക്സിജൻ സിലിണ്ടറുകൾ ആവശ്യമായി വന്നപ്പോൾ വി ശ്രീനിവാസിന്റെ ട്വിറ്റർ പേജിൽ ട്വീറ്റ് ചെയ്തുകൊണ്ടുള്ള വാർത്തകൾ നമ്മൾ കണ്ടതാണ്, ഫിലിപ്പീൻ എംബസി മുതൽ. അപ്പോൾ അങ്ങനെ ഈ രാജ്യ തലസ്ഥാനത്ത് സർക്കാരുകൾ നോക്കുകുത്തിയായപ്പോൾ യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ അദ്ദേഹത്തിന്റെ പരിമിതമായ കഴിവും അദ്ദേഹത്തിന്റെ പരിമിതമായ ആൾബലവും വെച്ച് വളരെ മികച്ച രീതിയിൽ നടത്തുന്ന കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ അത് രാജ്യമൊട്ടാകെ തന്നെ ശ്രദ്ധിക്കപ്പെടുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ ന്യൂസിലൻഡ് പ്രധാനമന്ത്രി പോലും വളരെയധികം അദ്ദേഹത്തെ ശ്ലാഘിച്ച സംഭവങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇതിൽ BJPയും അതുപോലെ തന്നെ BJPയുടെ യുവജന സംഘടനകളും ഏറെ അസ്വസ്ഥരായതിൽ ഞങ്ങൾക്കേറെ അത്ഭുതമൊന്നുമില്ല. അജിം ശ്രദ്ധിക്കണം, കാരണം ഇന്ത്യ രാജ്യത്ത് ഒന്നാകെ രണ്ട് പ്രധാനപ്പെട്ട യുവജന സംഘടനകളുടെ നേതാക്കൾ എന്തിന്റെ പേരിലാണ് ചർച്ച ചെയ്യപ്പെട്ടത്. ഞാനിപ്പോൾ പറഞ്ഞ യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ ശ്രീ വി ശ്രീനിവാസ് അദ്ദേഹം ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങളും ഈ കോവിഡ് പ്രതിരോധ മേഖലയിൽ ഓക്സിജൻ സിലിണ്ടറുകൾക്ക് വേണ്ടിയും അല്ലെങ്കിൽ റെംഡെസിവിർ പോലെയുള്ള മരുന്നുകൾക്ക് വേണ്ടിയും ഈ ഇന്ത്യ മഹാരാജ്യത്തെ ജനങ്ങൾ വലയുമ്പോൾ അത് എത്തിച്ചു കൊടുക്കുന്നതിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ആ പ്രവർത്തനം കൊണ്ട് വി ശ്രീനിവാസിനെ ഈ രാജ്യം ശ്രദ്ധിക്കുമ്പോൾ BJPയുടെ യുവജന സംഘടനയായ യുവമോർച്ചയുടെ ദേശീയ അധ്യക്ഷനെ എന്തിന്റെ പേരിലാണ് നമ്മൾ ശ്രദ്ധിച്ചത്? ബാംഗ്ലൂരിൽ ഒരു കോവിഡ് സെന്ററിൽ ചെന്ന് അവിടുത്തെ ജീവനക്കാരെ മതം നോക്കി വേർതിരിച്ചുകൊണ്ട് ഇത് മദ്രസയാണോ എന്ന് ചോദിച്ച് ഇവിടെ കോവിഡ് വരുന്നതിൽ പോലും വർഗീയത കലർത്തിയ തേജസ്വി യാദവിനെ പോലുള്ള യുവജന നേതാക്കൾ ഈ രാജ്യത്തുള്ളപ്പോഴാണ് വി ശ്രീനിവാസിന്റെ വില എന്താണെന്ന് ഈ രാജ്യം തിരിച്ചറിയുന്നത്. ഇതിൽ ഏറെ അസ്വസ്ഥരായ കലിപൂണ്ട BJP നേതൃത്വം അവരുടെ സ്വതസിദ്ധമായ ശൈലിയിൽ അവരുടെ അന്വേഷണ ഏജൻസികളെ വെച്ചുകൊണ്ട് ഭയപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരാണ് ഇതിന്റെ പരാതിക്കാരൻ എന്നുള്ളത് ഇതേവരെ ഈ രാജ്യത്ത് ഒരു മാധ്യമങ്ങൾക്കും വ്യക്തമായിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡൽഹിയിൽ അടക്കമുള്ള മാധ്യമ പ്രവർത്തകരുമായി സംസാരിക്കുമ്പോൾ, യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരുമായി സംസാരിക്കുമ്പോൾ ഇത് ആരുടെ പേരിൽ എന്ന് കൊടുത്ത പരാതിയാണ് എന്നത് പോലും വ്യക്തതയില്ലാത്ത ഒരു പരാതിയിന്മേലാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചത്. ഈ ചോദ്യം ചെയ്യലിന്റെ പ്രധാനപ്പെട്ട ഘടകമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ നടത്തുന്ന പ്രവർത്തനങ്ങൾ, ഈ നടത്തുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് എവിടെ നിന്നാണ് എന്നുള്ളതാണ് ഇപ്പോൾ ചില BJPക്കാരൊക്കെ ചോദിക്കുന്നത്. അതിന് വ്യക്തമായ ഉത്തരവുണ്ട്. കാരണം ഞങ്ങൾ കേരളത്തിൽ നിന്ന് പോലും ഫണ്ട് കളക്ട് ചെയ്ത് അദ്ദേഹത്തിന് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. വളരെ അടിയന്തരമായ സാഹചര്യത്തിൽ
ഡൽഹി പോലെയുള്ള പ്രദേശത്ത് ഇപ്പോ കഴിഞ്ഞ 1.5 മാസങ്ങൾക്ക് മുമ്പ് എനിക്ക് വ്യക്തിപരമായ ഒരു അനുഭവം പറയാനുണ്ട്. 1.5 മാസം മുമ്പ് ഡൽഹിയിൽ ഓക്സിജൻ സിലിണ്ടറും പൾസ് ഓക്സിമീറ്റർ പോലെയുള്ള ഉപകരണങ്ങളും അവിടെ ഇല്ലാതിരുന്ന ഒരു സമയത്ത് ശ്രീ BV ശ്രീനിവാസിന്റെ നിർദ്ദേശപ്രകാരം ഞാൻ കേരളത്തിൽ നിന്ന് വ്യക്തിപരമായി തന്നെ കുറെ പൾസ് ഓക്സിമീറ്ററുകൾ ഇവിടുന്ന് കയറ്റിവിട്ടിട്ടുണ്ട്. അങ്ങനെ രാജ്യത്തെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് ഘടകങ്ങളെയും സംസ്ഥാനത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും എല്ലാം സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു വലിയ പ്രവർത്തനത്തിനാണ് അദ്ദേഹം നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ വളരെ സ്വാഭാവികമാണ് രാജ്യമൊട്ടാകെ ആ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ രാജ്യ തലസ്ഥാനത്തും കേന്ദ്രത്തിലും ഭരിക്കുന്ന സർക്കാരുകൾ ഈ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ നോക്കുകുത്തിയായി നിൽക്കുമ്പോൾ ഇവിടെ BJPയുടെ MPയും അതുപോലെ തന്നെ സോനു സൂദിനെ പോലുള്ള ചലച്ചിത്രകാരന്മാർ, അതുപോലെ തന്നെ മറ്റു അനേകം ആളുകൾ, മാധ്യമ പ്രവർത്തകർ, ഇങ്ങനെ ഒട്ടേറെ ആളുകൾ. ഇപ്പൊ കഴിഞ്ഞ ദിവസം കേരളത്തിൽ നിന്നുള്ള എളമരം കരീമിന്റെ PAയുടെ ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വൈറലായത് നമ്മൾ ശ്രദ്ധിച്ചതാണ്. അദ്ദേഹത്തിന് ഉൾപ്പെടെ റെംഡെസിവിർ എന്ന മരുന്ന് എത്തിച്ചു കൊടുക്കുകയും ഒക്കെ വളരെയധികം സന്നദ്ധ പ്രവർത്തനങ്ങളാണ് രാജ്യ തലസ്ഥാനത്ത് സർക്കാരുകൾ നോക്കുകുത്തിയായി നിൽക്കുമ്പോൾ ഒരു യുവജന സംഘടനയുടെ ദേശീയ അധ്യക്ഷൻ ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമാണ് BJPയുടെ ആ ഒരു അസൂയ രാഷ്ട്രീയം, അല്ലെങ്കിൽ BJP പ്രവർത്തകർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയം തന്നെയാണ് എന്റെ ചോദ്യം. അസൂയയാണെങ്കിൽ BJP MP ഗൗതം ഗംഭീറിനെയും ചോദ്യം ചെയ്യുമോ? അദ്ദേഹത്തോടും വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഡൽഹി പോലീസ്. ഒരു ബാലൻസിങ്ങിന് വേണ്ടി മാത്രം ഗൗതം ഗംഭീറിനോട് വിശദീകരണം ആവശ്യപ്പെട്ടതായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം ഗൗതം ഗംഭീറിന്റെ അടുക്കൽ ക്രൈംബ്രാഞ്ച് പോയി ഒരു ചോദ്യം ചെയ്യൽ നടത്തിയതായുള്ള വിവരങ്ങളൊന്നും ഇതേവരെ പുറത്തു വന്നിട്ടില്ല. അദ്ദേഹം പറയുന്നതനുസരിച്ചാണ് ഇവിടെ അദ്ദേഹത്തോട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നത്. പക്ഷെ ഇത് വളരെ ഇത് ഇന്ത്യ ഒട്ടാകെ തന്നെ BV ശ്രീനിവാസിന്റെ പേര് ചർച്ച ചെയ്യുന്നു. കോൺഗ്രസിന്റെ യുവജന സംഘടനയുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നു. രാജ്യത്ത് മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിൽ ഫിലിപ്പീൻസ് എംബസിയും ന്യൂസിലൻഡ് എംബസിയും അവിടുത്തെ പ്രധാനമന്ത്രിമാരും പോലും അദ്ദേഹത്തെ വളരെയധികം പ്രകീർത്തിക്കുന്ന അവസ്ഥയുണ്ടാകുന്നു. രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയും അല്ലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന ഹർഷവർദ്ധനും അമിത്ഷായും ഒക്കെ എവിടെയാണ് എന്ന് ചോദിച്ചുകൊണ്ട് രാജ്യ തലസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിൽ കംപ്ലൈന്റുകൾ കുമിഞ്ഞുകൂടുമ്പോൾ രാജ്യ തലസ്ഥാനത്ത് അവിടുത്തെ ജനങ്ങൾക്ക് ഏതൊരാവശ്യത്തിനും ഒറ്റ ക്ലിക്കിന് അല്ലെങ്കിൽ ഒറ്റ ഫോൺ കോളിന് അറ്റൻഡ് ചെയ്ത് അവരുടെ അടുക്കിലേക്ക് സഹായ ഹസ്തങ്ങളുമായി ചെല്ലുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനെതിരെ സ്വാഭാവികമായി ഈ വെറുപ്പിന്റെ അസൂയയുടെ രാഷ്ട്രീയം വരുന്നത് സ്വാഭാവികമാണ്. BJPയുടെ യുവജന സംഘടനയ്ക്ക് അത് ചെയ്യാൻ സാധിക്കുന്നില്ല. അവർ ഈ ചെയ്യാത്തതിന് മുസ്ലിങ്ങളും അതുപോലെ തന്നെ മറ്റു മതസ്ഥരും ഈ കോവിഡ് സെന്ററിൽ ജോലി ചെയ്യുന്നത് കൊണ്ടാണ് അവിടെ കോവിഡ് പരക്കുന്നതെന്നുള്ള വളരെ വിചിത്രമായ ചില വാദഗതികളുമായൊക്കെ BJPയുടെ യുവജന സംഘടനാ നേതാക്കന്മാർ പോകുമ്പോൾ ഈ രാജ്യവും ജനങ്ങളും അംഗീകരിക്കുന്ന നേതാക്കന്മാരുണ്ടാകുമ്പോൾ ഇതുപോലുള്ള നടപടികൾ അത് പ്രതീക്ഷിക്കുന്നത് തന്നെയാണ്. ഇതിനി എത്രമാത്രം ഉണ്ടായാലും, ഇനി ഡൽഹി ക്രൈംബ്രാഞ്ച് അല്ല CBI അന്വേഷണം പോലും നടത്തിയാലും ഞങ്ങൾ ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്ന് മാത്രമേ ഇതിനകത്ത് സൂചിപ്പിക്കൂ. ശരിയാണ്. ഡോക്ടർ രാമൻ, താങ്കൾ അവിടുത്തെ ഗ്രാസ് റൂട്ട് കാര്യങ്ങൾ അറിയുന്ന ഒരാളാണല്ലോ. അതായത് ഇത്തരം സന്നദ്ധ പ്രവർത്തകരാണ് ഈ BV ശ്രീനിവാസിനെ പോലുള്ള, സോനു സൂദിനെ പോലുള്ള സന്നദ്ധ പ്രവർത്തകരാണ് ജനങ്ങൾക്ക് രക്ഷയായുള്ളത്. ഭരണകൂടം കാണാനില്ല, ഭരണകൂടം എവിടെയുമില്ല, മന്ത്രിമാർ എവിടെയാണെന്ന് ചോദിച്ച് ജനങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കുന്ന സാഹചര്യമുണ്ട്. ഈ ഘട്ടത്തിൽ ഈ ഭരണകൂടത്തിന്റെ ഈ സിസ്റ്റത്തിന്റെ കഴിവില്ലായ്മയെക്കുറിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം വാർത്തകളും റിപ്പോർട്ടുകളും കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഒന്ന്. രണ്ട്, UPയിലും ബീഹാറിലും ഗംഗയിലൂടെ മൃതദേഹങ്ങൾ ഒഴുകി നടക്കുന്ന ഭയജനകമായ കാഴ്ച, ഇതെല്ലാം രാജ്യം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ ജനങ്ങൾക്ക് വേണ്ടി തെരുവിലിറങ്ങി പ്രാണവായുവുമായി ഓടിയെത്തുന്ന ആളുകളെ പോലീസ് ചോദ്യം ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഇത് എനിക്ക് തോന്നുന്നു, ഞാനിതിനെ ശ്രീനിവാസിന്റെ പ്രവർത്തനങ്ങൾ അത് ഡൽഹിയിൽ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. അത് പക്ഷെ ഞാൻ ഇതിനെ ഒരു വ്യക്തിയിലേക്ക് ചുരുക്കി കാണാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇപ്പോ ഒരു ഭരണകൂടത്തിന്റെ ആബ്സെൻസ് ആണ് കൃത്യമായിട്ട് നമുക്ക് ഡൽഹിയിൽ മാത്രമല്ല അത് ഇന്ത്യയിൽ ഒട്ടാകെ ഔട്ട്ലുക്കിന്റെ ഇന്നത്തെ കവർ വന്നിട്ടുള്ള കവറിൽ തന്നെ മിസ്സിംഗ് എന്നുള്ളൊരു കവറാണ് ഔട്ട്ലുക്ക് വെച്ചിട്ടുള്ളത്. അപ്പൊ അത് ആ ഒരു ഇത് നോക്കുമ്പോൾ ഭരണകൂടം ഒരു ആബ്സെന്റ് ആയിട്ടുള്ള ഒരു എൻറ്റിറ്റി ആയിട്ട് മാറുന്നു എന്നുള്ള ഒരു വളരെ നിരാശാജനകമായ, വളരെ ചിന്താജനകമായ ഒരു പൊതുജനാരോഗ്യ ഒരു മഹാമാരിയെ രാജ്യം നേരിടുന്ന സമയത്ത് ഭരണകൂടത്തിൻ്റെതായിട്ടുള്ള ഒരു ആക്റ്റീവ് പ്രസൻസ് ഇല്ലാതെയാവുകയും
ഭരണകൂടം നമുക്ക് തരുന്ന ഡാറ്റ അത് മുഴുവനായും വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നുള്ള സ്ഥിതിയിലേക്ക് വരികയും അത് പ്രത്യേകിച്ചും നിങ്ങൾക്ക് അറിയുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇന്ന് ഞാൻ ഹരിയാനയിലെ ഗ്രാമപ്രദേശങ്ങളിലുള്ള ജനസ്വാസ്ഥ്യ അഭിയാന്റെ പ്രവർത്തകരുമായിട്ട് സംസാരിക്കുകയായിരുന്നു. അതുപോലെ യു പിയിൽ സംസാരിക്കുകയായിരുന്നു. യു പിയിൽ നിന്നുള്ള വാർത്തയും ഹരിയാനയിൽ നിന്നുള്ള വാർത്തയും ബീഹാറിൽ നിന്നുള്ള വാർത്തകളും ഒക്കെ നമ്മളോട് പറയുന്നത് ഈ മഹാമാരിയെ കുറിച്ച്, കോവിഡിനെ കുറിച്ച് കിട്ടുന്ന നമുക്ക് ഗവൺമെന്റ് പബ്ലിഷ് ചെയ്യുന്ന ഡാറ്റ, നമുക്ക് തരുന്ന ചിത്രം അതിൽ നിന്നും തുലവും വ്യത്യസ്തമായ, എത്രയോ വ്യത്യസ്തമായ ഒരു ഗ്രാസ് റൂട്ട് റിയാലിറ്റിയാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അത് വാക്സിനേഷന്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ അത് ചികിത്സയുടെ കാര്യത്തിലാണെങ്കിലും ബെഡ് അവൈലബിലിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും നമുക്ക് കാര്യങ്ങളെ കൃത്യമായി പറഞ്ഞുകൊണ്ട് സത്യസന്ധമായി നമുക്ക് വരുന്ന പ്രശ്നങ്ങളെ മനസ്സിലാക്കാനും അതിനെ തിരുത്തുവാനും ശ്രമിക്കുന്നതിന് പകരം പ്രശ്നങ്ങളില്ല എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു വ്യഗ്രതയാണ് നമ്മുടെ ഈ ഇപ്പോഴത്തെ ഒരു ഇതിന്റെ പ്രധാനപ്പെട്ട ഞാൻ മിസ്റ്റർ ശ്രീനിവാസനെ ചോദ്യം ചെയ്യുന്ന ഒരു പരിസ്ഥിതി, അതിനെ ഞാനൊരു ഉദാഹരണമായിട്ട് മാത്രമേ കാണാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അത് മാത്രമല്ല, എത്രയോ ആളുകൾ ഈ കോവിഡിന്റെ കാര്യങ്ങളെ പറ്റി സംസാരിക്കുന്ന, അല്ലെങ്കിൽ ഉത്തർപ്രദേശിലേക്ക് ഓക്സിജൻ ഇല്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ പിന്നെ അവിടുത്തെ ചില ആശുപത്രി അധികൃതരെയും പിന്നെ സർക്കാരിൽ തന്നെ ജോലി ചെയ്യുന്ന ആളുകളെയും ഒക്കെ എല്ലാവർക്കും എതിരായിട്ടുള്ള അച്ചടക്ക നടപടികളോ അല്ലെങ്കിൽ നിയമ നടപടികളോ ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച, ഇതിനെ നമുക്ക് ഒരു വളരെ ദൗർഭാഗ്യകരമായ, ഞാൻ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഞാൻ നോക്കുമ്പോൾ 3 തരത്തിലുള്ള ഒരു പാൻഡമിക് ആണ് നമ്മുടെ പ്രത്യേകിച്ചും ഉത്തരേന്ത്യയിൽ കാണുന്നതെന്ന് തോന്നുന്നു. ഒരു പാൻഡമിക് കോവിഡിന്റെയാണ്, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. രണ്ടാമത്തെ പാൻഡമിക് നമ്മുടെ ഈ സോഷ്യൽ ആയിട്ടുള്ള പോളറൈസേഷന്റെയാണ്. നമുക്ക് ഒരു സമൂഹത്തിൽ ഒരു വലിയ പ്രശ്നം വരുമ്പോൾ അതിന് സഹായിക്കാൻ വേണ്ടി ചുരുക്കം ചില സംഘടനകളും പിന്നെ ഒക്കെ മാത്രമേ പുറത്തേക്ക് വരുന്നുള്ളൂ എന്നുള്ളതും വളരെ വ്യക്തി അധിഷ്ഠിതമായി അവനവന്റെ കാര്യങ്ങളിലേക്ക് മാത്രം ചുരുങ്ങുന്ന ഒരു സമൂഹമായിട്ട് മാറുന്ന ഒരു സാമൂഹികമായിട്ടുള്ള ഒരു പ്രശ്നം. അതിനകത്ത് ജാതി വരിക, അതിനകത്ത് ഇപ്പോ നേരത്തെ കഴിഞ്ഞ വർഷം ഏതാണ്ട് ഇതേ സമയത്ത് നിസാമുദ്ദീനിൽ പിന്നെ ഉണ്ടായിട്ടുള്ള മർക്കസ് സമ്മേളനം ഒരു വലിയ പ്രശ്നമാവുകയും അതിന്റെ ഇരട്ടികളോളമുള്ള അല്ലെങ്കിൽ എത്രയോ 100 ഇരട്ടിയോളമുള്ള പിന്നെ ഒരു വലിയൊരു ഇവന്റ് അത് ഹരിദ്വാറിൽ നടക്കുമ്പോൾ, അത് മഹാകുംഭ് നടക്കുമ്പോൾ അതൊരു പ്രശ്നമല്ലാതെ വരികയും ചെയ്യുന്ന ഒരു രണ്ടാമത്തെ ഒരു സാമൂഹ്യ മഹാമാരിയെ നമ്മൾ നേരിടുക. മൂന്നാമത്തെയാണ് ഈ ഭരണപരമായിട്ടുള്ള മഹാമാരി എന്ന് തോന്നുന്നു. ഭരണപരമായ മഹാമാരി എന്ന് പറയുമ്പോൾ നമ്മൾ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നത് എങ്ങനെ എന്ന് ആലോചിച്ച് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്നതിന് പകരം സംസ്ഥാന സർക്കാരുകൾക്ക് എതിരായിട്ടുള്ള കേന്ദ്ര സർക്കാരുകളുടെ നിലപാടുകൾ, സംസ്ഥാന സർക്കാരുകൾ അത് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട്, ഇപ്പൊ ഞാൻ ഡൽഹിയിലെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഡൽഹിയിൽ കുറെ കാര്യങ്ങൾ അവർ നന്നായി ചെയ്യാൻ ശ്രമിക്കുമ്പോൾ തന്നെ പല കാര്യങ്ങളിലും അവർക്കും വീഴ്ച പറ്റുകയും ആ വീഴ്ചയെ മറച്ചു വെക്കാനുള്ള ഒരു ശ്രമം നടത്തുകയും ചെയ്യുന്നു. ഇപ്പൊ ഇങ്ങനെ ഈ 3 തരത്തിലുള്ള പാൻഡമിക്കിനെയാണ് ജനങ്ങൾ നേരിടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. രണ്ടാമത്തെ ഒരു കാര്യം, ഈ മൃതദേഹങ്ങളുടെ കാര്യമാണെങ്കിലും ഇതൊക്കെ ഈ ഡാറ്റയെ മറച്ചു വെച്ചുകൊണ്ട് എന്താണ് നമ്മൾ നേരിടാൻ ശ്രമിക്കുന്നത് എന്നുള്ളൊരു പ്രശ്നം. ഒന്ന്, ഇത് പുറത്തേക്ക് പോകുമ്പോൾ ഇന്ത്യക്ക് പുറത്ത് ഇതിന്റെ ഇമേജ് എന്തുണ്ടാക്കുന്നു എന്നുള്ളൊരു പ്രശ്നത്തിനോടൊപ്പം തന്നെ നമ്മൾ നമ്മുടേതായ ആരോഗ്യ സംവിധാനങ്ങളെ എത്രമാത്രം പിന്നെ ക്ഷീണിപ്പിക്കുന്നു എന്നുള്ളതിനും കൂടി ഒരു സൂചകമായിട്ട് ഇതിനെ കാണുന്നതാണ്. അല്ല ഡോക്ടർ രാമൻ, എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം അതാണ്. അത് ഇന്ത്യയുടെ ഡാറ്റയെ സംബന്ധിച്ച് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഉൾപ്പെടെ സംശയങ്ങളുണ്ട്. അവർ പരസ്യമായത് ചോദിക്കുന്നു, നിങ്ങൾ വിവരം തരുമോ? തീർച്ചയായിട്ടും. 1. 2, ഇന്ത്യ ഒരു സിസ്റ്റം എന്ന നിലയിൽ കോവിഡ് പ്രതിരോധത്തെ അതിന്റെ 2ാം വരവിൽ നേരിടുന്നതിൽ സമ്പൂർണ്ണ പരാജയമാണ് എന്ന വിലയിരുത്തൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് അടക്കമുണ്ട്. 3, ഇനി മറ്റ് വിദേശ രാജ്യങ്ങൾ ഇന്ത്യക്ക് സഹായം നൽകുന്നത് നേർക്കുനേരെ ഭരണകൂടത്തിന് നൽകുന്നതിന് പകരം റെഡ് ക്രോസ് പോലുള്ള സ്വതന്ത്ര ഏജൻസികൾക്ക് നൽകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ന്യൂസിലാൻഡ് ഒരു ഉദാഹരണം. അതേ ന്യൂസിലാൻഡിന്റെ ഡൽഹി എംബസി സഹായത്തിനായി ട്വീറ്റ് ചെയ്യുന്നത് ഇതേ ബി ശ്രീനിവാസിന്റെ ആ സംഘത്തോടാണ്, ഞങ്ങൾക്ക് കുറച്ച് ഓക്സിജൻ വേണമെന്ന് പറഞ്ഞുകൊണ്ട്. ഇതേ ബി ശ്രീനിവാസ് ഇതേ ന്യൂസിലാൻഡ് എംബസിയിൽ ഓക്സിജൻ കൊണ്ടുപോയി കൊടുക്കുന്നു. എന്റെ ചോദ്യം ഇതാണ്, ഇന്ത്യയുടെ ഈ സിസ്റ്റം കൊളാപ്സ്ഡ് ആണ് എന്നുള്ള വിവരം എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞിരിക്കുന്നു അന്താരാഷ്ട്ര വേദിയിൽ. എന്നിട്ടും ഈ വസ്തുത അംഗീകരിക്കുന്നതിന് പകരം എന്തുകൊണ്ടാകും ഇത്തരത്തിലുള്ള ഇന്റിമിഡേഷൻ എന്നാണ് താങ്കൾ കരുതുന്നത്? ഈ ഇന്റിമിഡേഷൻ എന്നുള്ളത് ഒരു ഭരണകൂടം ആരോഗ്യ ഭരണവും പൊതുഭരണവും രണ്ടാണ് എന്നുള്ള ഒരു ധാരണ ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നമാണ് ആയിരിക്കാം ഇത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആരോഗ്യ ഭരണം പിന്നെ പൊതുഭരണം അല്ലെങ്കിൽ ഒരു പബ്ലിക് അഡ്മിനിസ്ട്രേഷനും ഹെൽത്ത് അഡ്മിനിസ്ട്രേഷനും രണ്ടാണ്. ഹെൽത്ത് അഡ്മിനിസ്ട്രേഷനകത്ത് ഒരുപാട് നമുക്ക് സർവീസസിന്റെ ഓറിയന്റേഷനും
സർവീസസിന്റെ ഒരു കൃത്യമായിട്ടുള്ള വിലയിരുത്തലും കൃത്യമായിട്ടുള്ള ഡാറ്റയും കൃത്യമായിട്ടുള്ള കണക്കെടുപ്പും ഇല്ലാതെ ഒരു പൊതുവായ ധാരണ വെച്ചുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സംഗതിയല്ല ആരോഗ്യഭരണം. അതുകൊണ്ട് തന്നെ ഇപ്പോ ഇതിന്റെ ഒരു പ്രശ്നം ഇപ്പൊ നടക്കുന്ന പ്രശ്നത്തിനേക്കാളും എന്റെ മനസ്സിൽ വളരെ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം ഉത്തർപ്രദേശിലും ഹരിയാനയിലും ബീഹാറിലും അസമിലും പശ്ചിമ ബംഗാളിലും അല്ലെങ്കിൽ രാജസ്ഥാനിലും ഒക്കെ വളരെ വ്യാപകമായി ഗ്രാമപ്രദേശങ്ങളിലേക്ക് ഈ കോവിഡ് പരക്കുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു വളരെ ഗൗരവമായിട്ടൊരു ആശങ്കയുമായിട്ടാണ് ഞാനിവിടെ ഇപ്പൊ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ പരിപാടിക്ക് വിളിച്ചപ്പോ ഞാൻ ഈ പരിപാടിക്ക് ഇന്ന് പങ്കെടുക്കാൻ കഴിയുമോ എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ഞാനൊരു മീറ്റിംഗ് തീർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ പറഞ്ഞ പ്രശ്നങ്ങൾ വിശകലനം ചെയ്യുന്ന ഒരു മീറ്റിംഗ് തീർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഞങ്ങളുടെ മുന്നിൽ വരുന്ന ഒരു കാര്യം, ഒന്ന് നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ആരോഗ്യ സംവിധാനം നമുക്ക് കൃത്യമായിട്ടും പ്രവർത്തകരില്ലാത്ത ഒരു സ്ഥിതിയാണ് ഇന്ത്യയിലൊട്ടാകെ. നമ്മുടെ ഒരു വളരെ സങ്കീർണമായിട്ടുള്ള ഒരു ആരോഗ്യ വ്യവസ്ഥയാണ് നമുക്കുള്ളത്. നമുക്കിപ്പോ കോവിഡിനെ കൃത്യമായി ചികിത്സിക്കാൻ കഴിയുന്ന ഡോക്ടർമാർ നമ്മുടെ ഗ്രാമീണ ആരോഗ്യ കേന്ദ്രങ്ങളിൽ രാജസ്ഥാനിലാണെങ്കിലും ഹരിയാനയിലാണെങ്കിലും പഞ്ചാബിലാണെങ്കിലും, പഞ്ചാബിന്റെ കാര്യം കുറേം കൂടിയൊക്കെ മെച്ചാണ്, പിന്നെ യു.പിയില് ബീഹാറിലും പിന്നെ ജാർഖണ്ഡിലും അതുപോലുള്ള മറ്റു പല സ്ഥലങ്ങളിലും നമുക്ക് കൃത്യമായിട്ടുള്ള സംവിധാനം ഇല്ല എന്നുള്ളൊരു പ്രശ്നം. അതുപോലെ നമുക്ക് മോഡേൺ മെഡിസിനിൽ ഡോക്ടർമാരില്ലാത്ത സ്ഥിതിക്ക് ആയുർവേദവും ഹോമിയോയും ഒക്കെ യുനാനിയും ഒക്കെ പഠിച്ചിട്ടുള്ള മോഡേൺ മെഡിസിനിൽ ട്രെയിനിങ് ഇല്ലാത്ത ഡോക്ടർമാരായിരിക്കും മിക്കവാറും ഗ്രാമീണ ആരോഗ്യ കേന്ദ്രങ്ങളിൽ കോവിഡുമായി വരുന്ന ആളുകളെ ചികിത്സിക്കാൻ, മോഡേൺ വ്യവസ്ഥയുമായുള്ള ചികിത്സിക്കുന്നതിനും മരുന്ന് കൊടുക്കുന്നതിനൊക്കെ പോകും. ഓക്സിജൻ വേണ്ടിവരുന്ന രോഗികൾക്ക് ഓക്സിജൻ കൊടുക്കാൻ എത്രമാത്രം സിലിണ്ടറുകൾ അവിടെ ഉണ്ടായിരിക്കും എന്നുള്ളതിനെ പറ്റി നമുക്കിപ്പോ കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ നഗരങ്ങളിൽ വരുന്ന അത്രയും ബാഹുല്യം ഗ്രാമപ്രദേശങ്ങളിൽ ആശുപത്രികൾ ഉണ്ടായില്ല എന്ന് വരാം. പക്ഷെ അവിടെയുള്ള ആരോഗ്യ സൗകര്യങ്ങൾ വളരെ ചുരുക്കമാണ്, വളരെ കുറഞ്ഞ ആരോഗ്യ സൗകര്യങ്ങൾ മാത്രമാണ് അവിടെ ഉള്ളത് എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ നിലനിൽക്കുകയാണ്. അപ്പൊ ഓക്സിജന്റെ കാര്യങ്ങളാവാം, മരുന്നുകൾ കൃത്യമായിട്ട് കിട്ടുന്നതാവാം, വാക്സിൻ കൃത്യമായിട്ട് കിട്ടുന്നതാവാം. ഈ കെട്ടിടങ്ങളൊക്കെ ജീർണിച്ച് കിടക്കുന്ന മിക്കവാറും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങളും കൃത്യമായ ഒരു ഇൻഫ്രാസ്ട്രക്ചർ അഡിക്വസി ഇല്ലാത്ത സ്ഥലങ്ങളാണ്, സ്റ്റാഫ് അഡിക്വസി ഇല്ലാത്ത സ്ഥലങ്ങളാണ്. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഓരോ ഭരണകൂടങ്ങളും ഇപ്പൊ ഫോക്കസ് ചെയ്യേണ്ടത്. ഇപ്പൊ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു 1-2 ആഴ്ചക്കകം യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇത്തരം കാര്യങ്ങൾ സംസ്ഥാനങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നതിന് പകരം സംസ്ഥാനങ്ങളും കേന്ദ്രവും തമ്മിലുള്ള മിക്കവാറും ചർച്ചകൾ നടക്കുന്നത് വളരെ മുൻപ് ചെയ്തു തീർക്കേണ്ടതായ പല തീരുമാനങ്ങളുടെയും ശരിതെറ്റുകളെ കുറിച്ചാണ്. ഒരു പക്ഷേ നമ്മള് എന്താ പറയാ, വളരെ ഒരു തെറ്റായ സമയത്ത് തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പൊതുജനാരോഗ്യ റിയാലിറ്റിയാണ് ഒരു ആരോഗ്യ പ്രവർത്തനം എനിക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡൽഹിയിൽ ഈ SOS യജ്ഞത്തിന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു നിമിഷം നമുക്ക് എന്ത് ചെയ്യാൻ അബിൻ, ഇവിടെ ഡൽഹി നമ്മുടെ നാഷണൽ ക്യാപിറ്റലിൽ ഇതിന് നേതൃത്വം കൊടുക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ അധ്യക്ഷനാണ്. അദ്ദേഹത്തിന് കീഴിൽ 1000-ഓളം പേർ വരുന്ന സംഘമുണ്ട് എന്ന് നമുക്ക് കരുതാം. പക്ഷേ ഡൽഹിയിൽ ട്വിറ്റർ വഴി ഈ യൂത്ത് കോൺഗ്രസിനെ ടാഗ് ചെയ്യാൻ കഴിയുന്നവർക്ക് ഒരു മൊബൈൽ ഫോൺ ഉണ്ടാകും, അവർക്ക് നെറ്റ് കണക്ഷൻ ഉണ്ടാകും, അവർക്ക് ട്വിറ്റർ അക്കൗണ്ട് ഉണ്ടാകും. ഇനി യുപിയിലേക്കോ ബീഹാറിലേക്കോ ബംഗാളിലേക്കോ നോക്കൂ അബിൻ, അവിടെ ആര് ഈ സഹായം അഭ്യർത്ഥിക്കും? സഹായം അഭ്യർത്ഥിക്കാൻ പോലും ഉള്ള മാർഗം അവരുടെ കയ്യിലില്ല. ഇനി അങ്ങനെയുള്ള ഇടങ്ങളിലെല്ലാം യൂത്ത് കോൺഗ്രസോ സന്നദ്ധ പ്രവർത്തകരായി ചെല്ലാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല. നിങ്ങളുടെ സംഘടന പലയിടങ്ങളിലും ദുർബലമാണ്, അവിടെ എത്തിച്ചേരാൻ കഴിയില്ല. എന്ത് ചെയ്യും? ഇത് ഡൽഹിയിൽ മാത്രം ഒതുങ്ങേണ്ട ഒരു കാര്യമല്ലല്ലോ. തീർച്ചയായിട്ടും ഡോക്ടർ മുൻ അധ്യക്ഷൻ ശ്രീ രാഹുൽ ഗാന്ധി വളരെ വ്യക്തമായി തന്നെ ഞങ്ങളുടെ സംഘടനയിലെ പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയത് കുറച്ചു നാളത്തേക്ക് രാഷ്ട്രീയം മാറ്റിവെച്ച് സന്നദ്ധ പ്രവർത്തനത്തിൽ മുന്നോട്ട് വരിക എന്നുള്ളത് തന്നെയാണ്. ശ്രീ അജിംസ്, താങ്കൾ ആദ്യം ചോദിച്ച ഒരു ചോദ്യം, എന്തുകൊണ്ടാണ് BV ശ്രീനിവാസനെ ഇവർ ഫോക്കസ് ചെയ്യുന്നത്? അതിന്റെ പ്രധാനപ്പെട്ട കാരണം താങ്കൾ ആദ്യം സൂചിപ്പിച്ചത് തന്നെയാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഈ കോവിഡ് മഹാമാരിയുടെ 2ാം വരവിൽ ഈ ഭരണകൂടം വളരെയധികം പ്രതിക്കൂട്ടിലാണ്. അത് എക്സ്പോസ് ചെയ്തു കഴിഞ്ഞു. എനിക്ക് കുറച്ച് സമയം തന്നെ ഞാൻ അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ എന്തുകൊണ്ടാണ് ഈ ഒരു ഭരണകൂടം ഇപ്പോൾ എക്സ്പോസ് ആയിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ 2ാം വരവിൽ നമ്മൾ ഇത്രയും കഷ്ടത അനുഭവിക്കുന്നത്? ഇപ്പോൾ ലാൻസെറ്റ് പോലെയുള്ള മെഡിക്കൽ ജേർണലുകൾ കഴിഞ്ഞ പ്രാവശ്യത്തെ എഡിഷനിൽ അവർ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, 2ാം കോവിഡ് തരംഗത്തിന്റെ ഉത്തരവാദി ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ ഗവൺമെന്റുമാണെന്നുള്ളത്. അദ്ദേഹം കോവിഡ് പ്രതിരോധത്തിന് പകരം
ട്വിറ്ററുകളിൽ അദ്ദേഹത്തിനെതിരായി വരുന്ന ട്വീറ്റുകൾ റിമൂവ് ചെയ്യുന്നതിലാണ് അദ്ദേഹം കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് എന്നുള്ളതാണ് ഈ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ലാൻസെറ്റ് പോലുള്ള മെഡിക്കൽ ജേർണലുകൾ പറയുന്നത്. അജിംസെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ വർഷം നവംബറിൽ തന്നെ ഇവിടെ ഒരു രണ്ടാം വരവ് ഉണ്ടാകുമെന്നുള്ള കാര്യം വളരെ വ്യക്തമായി എല്ലാവരും പറഞ്ഞതാണ്. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള പാർലമെന്ററി കമ്മിറ്റി ഇവിടെ ഒരു രണ്ടാം കോവിഡ് തരംഗം ഉണ്ടാകുമെന്ന് വളരെ വ്യക്തമായി പറഞ്ഞു. ഇവിടെ മെഡിക്കൽ എക്സ്പേർട്സ് വളരെ വ്യക്തമായി ഈ രാജ്യത്ത് സംഭവിക്കാൻ പോണ സ്ഥിതിവിശേഷങ്ങൾ കൃത്യമായി ബ്രീഫ് ചെയ്തതാണ്. ഇവിടെ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കന്മാർ ശ്രീ മൻമോഹൻ സിംഗും ശ്രീ രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെ ഇവിടെ ഒരു കോവിഡ് സുനാമിയാണ് അടുത്തത് വരാൻ പോകുന്നതെന്ന് കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞതാണ്. പക്ഷെ കേന്ദ്ര സർക്കാർ ഈ വർഷം ഫെബ്രുവരി മാസത്തിൽ ശ്രീ നരേന്ദ്രമോദിയും ശ്രീ ഹർഷവർദ്ധനും ഈ രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞതെന്താണ്? ഇവിടെ കോവിഡിന്റെ എൻഡ് ഗെയിം ആണെന്നാണ് ഹർഷവർദ്ധൻ ഇവിടെ പ്രസ്താവിച്ചത്. ഇവിടെ വലിയൊരു നല്ല പ്രതീക്ഷയുടെ പുത്തൻ കാലമാണ് വരാൻ പോകുന്നതെന്ന് അദ്ദേഹം ഷേക്സ്പിയറിന്റെ ചില വാക്കുകൾ കടമെടുത്തുകൊണ്ട് ഇവിടെ പറയുകയുണ്ടായി. നരേന്ദ്രമോദി ലോക അന്താരാഷ്ട്ര സമ്മേളനത്തിൽ പോയി പറഞ്ഞു, ഇവിടെ കോവിഡ് എന്ന് പറയുന്ന മഹാമാരിയെ ഞങ്ങൾ ഈ രാജ്യം തുരത്തി ഓടിച്ച് ഇവിടെ ഒരു വലിയ വിനാശകരമായ അവസ്ഥയിൽ നിന്ന് ഞാൻ രാജ്യത്തെ രക്ഷിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ സത്യത്തിൽ എന്താ സംഭവം അജിംസെ? നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ കോവിഡിന് ജനിതക വ്യതിയാനം വന്നു. ഇവിടെ ജിനോമിക്സ് കൺസോർഷ്യം ഉണ്ടാക്കിയത് തന്നെ കഴിഞ്ഞ വർഷം ഡിസംബറിലാണ്. അവർക്ക് വേണ്ടത്ര ഫണ്ടുകൾ കൊടുത്തില്ല. അവർ ഈ മാർച്ചിലാണ് ഇവിടെ ജനിതക മാറ്റം വന്ന ഒരു വൈറസ് ഉണ്ട് എന്ന് അവർ കണ്ടെത്തിയത് തന്നെ. നമ്മൾ പക്ഷെ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ വർഷം ഒക്ടോബർ നവംബർ മാസത്തിൽ തന്നെ മഹാരാഷ്ട്രയിൽ ജനിതക മാറ്റം വന്ന വൈറസുകൾ വന്നിരുന്നു എന്നുള്ള വസ്തുത അത് മനസ്സിലാക്കാൻ നമ്മൾ ഏറെ വൈകി എന്നുള്ളതാണ് കാര്യം. ഇപ്പോൾ വെസ്റ്റ് ബംഗാളിൽ ഈ ജിനോമിക്സ് ഈ പുതിയ ജനിതകമാറ്റം വന്ന B.1.617 എന്ന വൈറസിന്റെ മൂന്നാം തരംഗം അവിടെ തുടങ്ങിക്കഴിഞ്ഞു. ഇവിടെ 440K എന്ന് പറയുന്ന മറ്റൊരു ജനിതകമാറ്റം വന്ന വൈറസ് ആന്ധ്രാപ്രദേശിൽ കണ്ടെത്തി കഴിഞ്ഞു. ഇപ്പോഴാണ് നമ്മൾ ആദ്യം പറഞ്ഞ ജനിതകമാറ്റം വന്ന വൈറസിനെ കണ്ടെത്തിയത് എന്നുള്ളിടത്താണ് ആദ്യത്തെ പാളിച്ച. ഇനി രണ്ടാമത്തെ കാര്യം എന്താണ്? ലോക ആരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ഏകദേശം 45,000-ഓളം ആരോഗ്യ പ്രവർത്തകർ, 45 ആരോഗ്യ പ്രവർത്തകർ 10,000 ആളുകൾക്കാണ് വേണ്ടത്. പക്ഷേ ഇന്ത്യയിൽ അത് കുറവാണ്. നമുക്കത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇപ്പോ കഴിഞ്ഞ ദിവസം തമിഴ്നാട് സർക്കാർ അധികാരം ഏറ്റെടുത്തതിന് ശേഷം അവിടുത്തെ ഫൈനൽ ഇയർ MBBS BDS വിദ്യാർത്ഥികളോട് അവർ അഭ്യർത്ഥിച്ചു അവർ മെഡിക്കൽ സേവനത്തിനായി മുന്നോട്ട് വരണമെന്ന്. അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാമായിരുന്നു. അതൊന്നും നമുക്ക് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. ഒന്നാം കോവിഡ് തരംഗത്തിനിടയിൽ നമ്മൾ ഉണ്ടാക്കിയ താൽക്കാലിക മെഡിക്കൽ സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ ഡൽഹിയിൽ തന്നെ 4ഓളം താൽക്കാലിക ആശുപത്രികൾ നമ്മൾ ഉണ്ടാക്കിയിരുന്നു. ദോയില കോണൽ ഉണ്ടാക്കിയിരുന്നു, കോമൺവെൽത്ത് വില്ലേജിൽ ഉണ്ടാക്കിയിരുന്നു. പക്ഷെ രണ്ടാം കോവിഡ് തരംഗം വരുന്നതിന് മുമ്പ് തന്നെ ഇത് മുഴുവൻ നിർജീവമായി കഴിഞ്ഞിരുന്നു. നമുക്ക് ഒന്നാം കോവിഡ് തരംഗത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ ഏകദേശം 50% ഓക്സിജൻ ബെഡുകളുടെ കുറവുണ്ട്, ICU ബെഡുകളുടെ കുറവുണ്ട്, വെന്റിലേറ്ററിന്റെ കുറവുണ്ട്. ഇങ്ങനെ രണ്ടാം കോവിഡ് തരംഗത്തെ നമ്മൾ ഒട്ടും മുന്നൊരുക്കത്തോടെയല്ല നേരിട്ടത് എന്നുള്ളതാണ് വാസ്തവം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? നമ്മൾ ഇവിടെ ഒരു സ്റ്റോക്ക് പൈൽ ഉണ്ടാക്കിയില്ല എന്നുള്ളതാണ്. എനിക്ക് കുറച്ച് സമയം തന്നെ വളരെ കൃത്യമായ ഒരു കാര്യമാണ്. ഇവിടെ നമ്മൾ സ്റ്റോക്ക് പൈൽ ഉണ്ടാക്കിയില്ല എന്നുള്ളതാണ്. ഇവിടെ മെഡിക്കൽ ഓക്സിജന്റെ കാര്യത്തിൽ, റെംഡെസിവിർ മരുന്നിന്റെ കാര്യത്തിൽ, ഇപ്പൊ റെംഡെസിവിർ മരുന്ന് ഇന്ന് ഇവിടെ ബ്ലാക്ക് മാർക്കറ്റിൽ വിൽക്കുന്നത് 25,000-30,000 രൂപയ്ക്കാണ്. ഇവിടെ 7ഓളം മാനുഫാക്ചേഴ്സ് റെംഡെസിവിർ ഉണ്ടാക്കുന്നുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോഴാണ് 10 അധികം മാനുഫാക്ചറിംഗ് കമ്പനികൾക്ക് അത് ഉണ്ടാക്കാനുള്ള ഒരു കരാർ കൊടുത്തത്. ഇങ്ങനെ അതിന്റെ കാര്യത്തിൽ പ്രശ്നം വന്നു. മെഡിക്കൽ ഓക്സിജന്റെ കാര്യത്തിൽ ഇപ്പോ നമ്മുടെ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുള്ള കേന്ദ്ര ഏജൻസി തന്നെ അവർ ഒരു 1,00,000 MTയുടെ മെഡിക്കൽ ഓക്സിജൻ അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനുള്ള ഒരു കരാറ് അതിനുള്ള ടെൻഡർ വിളിക്കുകയുണ്ടായി. പക്ഷെ അത് നടന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് വാക്സിനേഷനാണ്. അജിംസെ, ലാൻസെറ്റ് ഉൾപ്പെടെയുള്ള മെഡിക്കൽ ജേർണലുകൾ, BBC-യും CNN-ഉം അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇവരൊക്കെ ഇന്ത്യയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് വാക്സിനേഷന്റെ കേസിലാണ്. കാരണം എന്താണ്? നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത് അമേരിക്ക കോവിഡിൽ നിന്ന് കുറെയൊക്കെ മുക്തമായി കഴിഞ്ഞു, UK കോവിഡിൽ നിന്ന് കുറെയൊക്കെ മുക്തമായി കഴിഞ്ഞു, സ്പെയിനും അതുപോലെ തന്നെ ചൈനയും ഇസ്രായേലും പോലെയുള്ള രാജ്യങ്ങളും മുക്തമായി കഴിഞ്ഞു. എങ്ങനെയാണ് ഇവർ മുക്തമായത്? ഇവർ 2 തവണ വാക്സിനേഷൻ ഏകദേശം 60% മുകളിലുള്ള ആളുകൾക്ക് ആ രാജ്യങ്ങളിൽ എടുത്തു കഴിഞ്ഞു. എന്താണ് ഇന്ത്യയിലെ ഇന്നത്തെ അവസ്ഥ? ഞാൻ അതിന്റെ വിശദാംശങ്ങളിൽ വരാം. ശ്രീ PR ശിവശങ്കരൻ, എന്തിനാണ് ഈ ശ്രീനിവാസനെ ഡൽഹി പോലീസ് ചോദ്യം ചെയ്യുന്നത്? അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തി എന്താണ് എന്ന് ഡൽഹി പോലീസിനോ അമിത്ഷായ്ക്കോ അറിയാത്തതുകൊണ്ടാണോ? എന്താണ് അദ്ദേഹത്തെ ഒരുതരം ഭീഷണി പോലെ എവിടെ നിന്നാണ് നിങ്ങൾക്ക്
ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് പണം ലഭിച്ചത് തുടങ്ങിയ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്നത് എന്തിനാണ്? എന്റെ ശബ്ദം കേൾക്കാമോ എന്ന് എനിക്കറിയില്ല. കേൾക്കാൻ ശിവശങ്കരൻ പറഞ്ഞോളൂ. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഞാൻ മീഡിയ വണ്ണി ആദ്യമായി അഭിനന്ദിക്കുന്നു. കാരണം ഈ കേരളത്തിൽ ഇത്രയേറെ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ, ഈ ചെല്ലാരം പോലുള്ള കേരളത്തിന്റെ സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ ഇത്രയേറെ കടലാക്രമണം നടത്തുമ്പോൾ ഈ ശ്രീനിവാസനെ ഡൽഹിയിലെ കാര്യം എടുത്ത് ചർച്ച ചെയ്യാൻ തീരുമാനിച്ചതിൽ ആ ശ്രദ്ധയെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുന്നു. രണ്ട്, നമ്മൾക്ക് ഇവിടെ കേരളത്തിൽ സെൻട്രൽ ഗവൺമെന്റ് നൽകിയ കടലയടക്കം 567 മെട്രിക് ടൺ കടലയടക്കം കോഴിക്കോടിനടുത്ത് നശിച്ചു പോയതിൽ നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. അത് ഇവിടെ കേരളത്തിന്റെ പ്രശ്നമല്ല എന്ന് മനസ്സിലാക്കിയത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. അത് മനസ്സിലാക്കുന്നത് അതിനോട് എനിക്ക് യോജിക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻ അതിനെയും ബഹുമാനിക്കുന്നു. രണ്ട്, ഇപ്പൊ താങ്കൾ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് ശ്രീനിവാസന്റെ ചോദ്യം. എനിക്ക് ഡൽഹിയിലെ വിഷയങ്ങൾ പൂർണ്ണമായിട്ട് അറിയില്ല. കാരണം ഇത് ഞാൻ സന്ദീപ് വാര്യരായിരുന്നു ഈ ചർച്ചയ്ക്ക് വരേണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ ശാരീരികമായ ചില അസ്വസ്ഥ കാരണമാണ് ലാസ്റ്റ് മിനിറ്റ് എനിക്ക് ജോയിൻ ചെയ്യേണ്ടി വന്നത്. ഞാൻ ആ വിഷയം അത് കാരണം എനിക്ക് പൂർണ്ണമായിട്ട് അറിയില്ല. എങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് ഒരു എം പിക്ക് അവിടെ, കോൺഗ്രസിന്റെ എം പി അല്ല, സോറി, അദ്ദേഹം അവിടുത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. അദ്ദേഹത്തിന് ഈ ഓക്സിജൻ ലഭിക്കുന്നത് തീർച്ചയായിട്ടും സംസ്ഥാനത്തെ പോലീസിനോ ഭരണകൂടത്തിനോ അല്ലെങ്കിൽ ശക്തമായ അവിടുത്തെ MNC-കൾക്കോ, എന്തിനാ താങ്കൾ ഇപ്പോൾ പറഞ്ഞാണ് മനസ്സിലായത്, പല എംബസികൾക്കും ലഭിക്കുന്നില്ലെങ്കിലും അദ്ദേഹത്തിന് ലഭിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യമാണ്. അദ്ദേഹം വളരെ ശക്തനാണ്. അദ്ദേഹത്തിന് രാഹുൽ ഗാന്ധിയെ മാറ്റിയിട്ട് അദ്ദേഹത്തിനെ ഓൾ ഇന്ത്യ പ്രസിഡന്റ് ആക്കണമെന്ന് എന്റെ അഭിപ്രായം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംശയവുമില്ല. അങ്ങനെ ലഭിക്കുന്നുണ്ടെങ്കിൽ താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിക്കുന്നതായി മനസ്സിലാക്കുന്നു. അതായത് അവിടുത്തെ BJP-യുടെ MP അവിടെ ഓക്സിജൻ ലഭിക്കുന്ന പലരെയും ചോദ്യം ചെയ്തിട്ടുണ്ട്. അത് അതിന്റെ ഭാഗമായിട്ട് ചെയ്യും. അതല്ലാതെ ഒരു സംസ്ഥാനത്തെ ഒരു യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഇവിടുത്തെ കോൺഗ്രസിനെ നശിപ്പിക്കാമെന്നുള്ള വിഡ്ഢിത്തരമൊന്നും ഞങ്ങൾ ചെയ്യാൻ സാധ്യതയില്ല, അവിടുത്തെ നേതാക്കളും ചെയ്യില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇത് ഇന്ന് ഭരണകൂടത്തിനെതിരെ ഇപ്പം മറ്റുള്ള ആളുകളും പറയുന്ന ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അത് ആദ്യമായിട്ടല്ലല്ലോ. ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവില്ലേ. ആദ്യം വാക്സിൻ സൃഷ്ടിച്ചതിനെ കുറിച്ച്, വാക്സിന്റെ ആധികാരികതയെ കുറിച്ച് ചോദ്യം ചെയ്തവരാണ്. നിരന്തരം ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ നേതാക്കളും നിരന്തരം ചോദ്യം ചെയ്തു. ഇത് അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും വാക്സിനാണ്, ഇത് ഉപയോഗിക്കരുത്, ഇത് ആരും ഉപയോഗിക്കാനാണ്, യു നോട്ട് ട്രസ്റ്റ് ദിസ് എന്നുള്ള രീതിയിലുള്ള ഒരുപാട് കമന്റുകൾ വന്നിരുന്നു. രണ്ടാമത് വാക്സിന്റെ ഈ ഡോസേജിന്റെ ഗ്യാപ്പിനെ കുറിച്ച് അതുപോലുള്ള ചർച്ചകൾ വന്നിരുന്നു. ദൈർഘ്യത്തെ കുറിച്ച് ചർച്ചകൾ വന്നിരുന്നു. പിന്നെ ഇവിടെ ഇപ്പോൾ താങ്കളും പറയുന്നു ഈ ഇന്ത്യയുടെ കണക്കുകളെ അന്താരാഷ്ട്ര സമൂഹത്തിന് വിശ്വാസമില്ല. അന്താരാഷ്ട്ര സമൂഹത്തിന് മാത്രമല്ല, ഇന്ത്യൻ ആർമിയെ ഒരു കാലഘട്ടത്തിലും ഇവിടുത്തെ പ്രതിപക്ഷത്തിനോ ചില മാധ്യമങ്ങൾക്കോ വിശ്വാസം ഉണ്ടായിരുന്നില്ല. RBI വിശ്വാസമില്ല, ഭരണകൂടത്തിനെയോ നീതി ആയോഗിനെയോ വിശ്വാസമില്ല. അക്കാലഘട്ടത്തിൽ ഈ പ്രതിപക്ഷത്തിന് നിരന്തരം ആക്രമിക്കുവാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുത്തു ഈ നമ്മളുടെ ഈ കോവിഡ് സാഹചര്യം. അത് ഏത് ആപത്ത് കാലത്തും ഇന്ത്യയെ സഹായിക്കുന്നതിന് പകരം നിരന്തരം പുറകിൽ നിന്ന് കുത്തുക എന്നുള്ളതാണ് ഒരു വിഭാഗത്തിന്റെ താല്പര്യവും ആഗ്രഹവും അവരുടെ പ്രതീക്ഷയും, രാഷ്ട്രീയമായ അവരുടെ പ്രതീക്ഷയും. അല്ലാണ്ട് ഒരു പോസിറ്റീവ് പൊളിറ്റിക്സിലല്ല ഇവരുടെ എല്ലാം പ്രതീക്ഷയും. ജനങ്ങൾക്ക് മനസ്സിലായി എന്ത് കാര്യത്തിലാണ് പോസിറ്റീവ് കാണേണ്ടത്? മാധ്യമങ്ങൾ വിടൂ, മനുഷ്യർ, ഈ ഇന്ത്യയിലുള്ള മനുഷ്യർ ഏത് കാര്യത്തിലാണ് ഈ കോവിഡ് കാലത്ത് പോസിറ്റീവായി കാണേണ്ടത്? ഓക്സിജൻ കിട്ടാതെ നിലവിളിക്കുന്ന ആളുകളുടെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇനി താങ്കൾ തന്നെ ചോദിക്കുന്നു, സർക്കാരിന് കിട്ടാത്ത ഓക്സിജൻ എവിടെ നിന്നാണ് ശ്രീനിവാസ് കിട്ടുന്നതെന്ന്. ഞാൻ അത് പറയാൻ ശ്രമിക്കാം. ഒന്ന്, പോസിറ്റീവായിട്ട് കാണണ്ട, നെഗറ്റീവ് കാണാണ്ടിരിക്കാമല്ലോ. നമ്മൾ ശ്രദ്ധിച്ചല്ലോ, ചോദ്യം ഇതാണ്. നമ്മുടെ പ്രധാനമന്ത്രി എന്താണ് പറഞ്ഞത്? ഇന്ത്യയിൽ ഓക്സിജന് ക്ഷാമമില്ല, അത് പലയിടത്തേക്കും എത്തിക്കുന്നതിനാണ് പ്രശ്നം. സർക്കാർ കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ അത് തന്നെയാണ് പറയുന്നത്. അതായത് ഇന്ത്യയിൽ സർപ്ലസ് ആണ് ഓക്സിജൻ, അത് എല്ലായിടത്തേക്കും എത്തിക്കുന്നതിലാണ് പ്രശ്നമെന്ന് സർക്കാർ സമ്മതിക്കുന്നു. അത് എത്തിക്കുന്ന പണിയാണ് ശ്രീനിവാസ് എടുത്തത്. അത് എത്തിക്കുന്ന ശ്രീനിവാസിനെയാണ് ക്രൈംബ്രാഞ്ച് പോയി വിരട്ടുന്നത്. അതാണ് എന്റെ ചോദ്യം. അല്ല ജിൻസെ, ഈ ഓക്സിജൻ കുറച്ച് കൈക്കുമ്പിളിൽ എടുത്തുകൊണ്ട് പോകാൻ പറ്റുമോ? ഓക്സിജന്റെ ഷോർട്ടേജ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷന്റെ ഷോർട്ടേജ് എന്ന് വെച്ചാൽ ജലാറ്റിൻ അതിന്റെ കണ്ടെയ്നേഴ്സിലോ അല്ലെങ്കിൽ ചെറിയ ടാങ്കുകളിലോ അല്ലെങ്കിൽ അതിന്റെ വലിയ ടാങ്കുകളിലോ മറ്റേ ലോറി ടാങ്കുകളിലോ അതിനൊക്കെയാണല്ലോ ഷോർട്ടേജ്. അതൊരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു സംഘടനയ്ക്കോ കുറച്ച് ദിവസം കൊണ്ട് മാറ്റാവുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്കറിയില്ല കേട്ടോ, അങ്ങനെ അദ്ദേഹത്തിന് അത്തരത്തിലുള്ള കഴിവുണ്ടെങ്കിൽ തീർച്ചയായും അതാകാവുന്നതാണ്. എന്റെ പ്രശ്നം താങ്കൾ എന്താണ് പറഞ്ഞു വരുന്നത്? ശ്രീനിവാസ് എന്ത് ചെയ്തു? ശ്രീനിവാസിന് മാത്രമായി ഓക്സിജൻ ലഭിക്കുന്നത് എവിടെ നിന്ന് എന്നാണോ താങ്കളുടെ ചോദ്യം? അറിയില്ല. പോലീസ് ചോദ്യം ചെയ്ത് എനിക്ക് ഇവിടെ നിന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ എനിക്ക് അത്തരത്തിലുള്ള ദിവ്യ ദൃശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, എന്നോട് നിർഭാഗ്യവശാൽ നിങ്ങളുടെ ചാനലിനും പറഞ്ഞില്ല. കോവിഡിനെ കുറിച്ചുള്ള ചർച്ച എന്ന് പറഞ്ഞത് ശ്രീനിവാസൻ ഇതിലൊരു വലിയ താരമാവുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല, ഞാൻ പഠിച്ചിട്ടുമില്ല. ഒരു പക്ഷേ അങ്ങനെ അല്ലെങ്കിൽ തന്നെയും
ഈ ശ്രീനിവാസൻ എന്നുള്ള ആൾക്ക് ഈ ഓക്സിജൻ എങ്ങനെ ലഭിക്കുന്നു? അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ലഭിച്ചാൽ അദ്ദേഹം അത് അവിടുത്തെ ആശുപത്രികൾക്കും അല്ലെങ്കിൽ സർക്കാരിനും നൽകുകയല്ലേ വേണ്ടത്? അതല്ലേ ശരി? ആശുപത്രികൾക്കാണ് കൊടുക്കുന്നത്, സർക്കാരിനല്ല ശിവശങ്കരൻ. ആശുപത്രികളിൽ രോഗികൾക്കാണ് കൊണ്ടുപോയി കൊടുക്കുന്നത്. രോഗമുള്ളവർക്കാണ് ഓക്സിജൻ ആവശ്യം, അവർക്കാണ് കൊടുക്കുന്നത്. സർക്കാരിനല്ല. സർക്കാരിന് കൊടുത്തിട്ട് കാര്യമില്ല. അല്ല, അത് കാര്യമില്ല. അപ്പോ ഓക്സിജൻ അദ്ദേഹം നേരിട്ട് ആശുപത്രി കയറി ആ ബെഡിന് എടുത്തുകൊണ്ട് വെച്ചു കൊടുക്കുമോ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. അദ്ദേഹം തന്നെ ട്വിറ്ററിൽ ഇട്ടുള്ള ദൃശ്യങ്ങളിൽ കാണുന്നത് ആശുപത്രികളിൽ നിന്നാണ് SOS മെസ്സേജ് വരുന്നത്. ആവശ്യക്കാർക്ക് ആശുപത്രികളിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ്. ഡോക്ടർമാരുൾപ്പെടെ ഇത് ആവശ്യപ്പെടുന്നുണ്ട്. ഡോക്ടർമാർക്ക് കൊണ്ടുപോയി കൊടുക്കുന്നു, രോഗികൾക്ക് കൊടുക്കുന്നു, ബന്ധുക്കൾക്ക് കൊടുക്കുന്നു. വേറെ നിവൃത്തിയില്ല. കാരണം ഭരണകൂടമില്ല. അത് ആ സിസ്റ്റം കൊളാപ്സ്ഡ് ആണ്. അങ്ങനെയൊന്നില്ല. ഞാൻ വിശ്വസിക്കുന്നില്ല കേന്ദ്രത്തിൽ. അത് കേന്ദ്ര ഭരണത്തിന്റെ കാര്യമല്ല, സംസ്ഥാനത്ത് ആം ആദ്മി പാർട്ടി പറയേണ്ട കാര്യമാണ്. ആം ആദ്മിയുടെ കീഴിലുള്ള മൊഹല്ല ക്ലിനിക്കുകൾ വളരെ സുത്യർഹമാണെന്ന് നമ്മൾ തന്നെ പലപ്പോഴും മീഡിയ വണ്ണിൽ താങ്കളുടെ മുന്നിൽ താങ്കൾ എന്നോട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പോ ഒരു സിസ്റ്റം ടോട്ടലി കൊളാപ്സ് ആവാൻ സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ തന്നെ അതിനെ ഉയർത്തിക്കാട്ടാതെ അവിടുത്തെ സിസ്റ്റം കറക്റ്റ് ചെയ്യുക, അതല്ലെങ്കിൽ അവിടുത്തെ DMO-നടക്കം അല്ലെങ്കിൽ ആ ആശുപത്രിയിലെ സീനിയർ ഓഫീസേഴ്സിന് അല്ലെങ്കിൽ മെഡിക്കൽ ഓഫീസേഴ്സിന് ഒരു ഓക്സിജൻ കൊടുക്കുന്നതുകൊണ്ട് അവിടുത്തെ മുഴുവൻ ആശുപത്രി പ്രശ്നങ്ങളും അല്ലെങ്കിൽ അവിടുത്തെ ആരോഗ്യ പ്രശ്നങ്ങളും മാറുകയില്ല. അപ്പൊ അവിടെ നൽകുക എന്നുള്ളതാണ്. അതല്ല അദ്ദേഹത്തിന് ശിവശങ്കരൻ 350-400ഓളം കേസുകൾ ഡൽഹിയിൽ തന്നെ എടുത്തിട്ടുണ്ട്. ഡൽഹി പോലീസ്, അതായത് ഓക്സിജനും ജീവൻ രക്ഷാ മരുന്നുകളും പൂഴ്ത്തിവെച്ചതിനെതിരെ. അവരെ ആരെയും ചോദ്യം ചെയ്തതല്ല. ഈ ഓക്സിജൻ, പൂഴ്ത്തിവെക്കപ്പെട്ട ഓക്സിജൻ രോഗികളിലേക്ക് എത്തിച്ച ആളെയാണ് ചോദ്യം ചെയ്യുന്നത്. അതാണ് അത്ഭുതം ഉണ്ടാക്കുന്നത്. അല്ല, എനിക്ക് അതിലും അത്ഭുതമുണ്ട്. ഈ പൂഴ്ത്തിവെച്ച ആൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരായത് കോൺഗ്രസിന്റെ ഒരു നേതാവായിരുന്നു എന്നുള്ളതും കൂടി താങ്കൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ. അത് പോസിറ്റീവ്, അതും ഒരു പോസിറ്റീവ് ഡിസ്കഷനാണ്. ഞാൻ അതിന്റെ ഡീറ്റെയിലും വേണേൽ പറഞ്ഞു തരാം. അപ്പോ സംസ്ഥാനത്തെ മാധ്യമങ്ങൾക്ക് ഇത്തരത്തിലുള്ള വാർത്തകൾ, ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഈ പോസിറ്റീവ് ന്യൂസ് ഇല്ല. കേരളത്തിലെ ഒരു മുൻ മന്ത്രി, ഇപ്പൊ അദ്ദേഹം മന്ത്രിയാണോ എന്നുള്ള സംശയം, ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്ന മന്ത്രി 2010 ഗംഗയിലൂടെ ഒഴുകി വന്ന 2015 ഗംഗയിലൂടെ ഒഴുകി വന്ന കുറെ ഇത് കാണിച്ചിട്ട് ട്വീറ്റ് ചെയ്തിരുന്നല്ലോ, ആ ഫോട്ടോ ഫേക്ക് ആണെന്നും ആ ഫോട്ടോ കഴിഞ്ഞ എത്രയോ വർഷം മുമ്പുള്ളതെന്നും കാണിച്ചു. അത്തരം ഫേക്ക് ന്യൂസുകൾ നമുക്ക് പൊളിച്ചു കാണിക്കാം. പക്ഷെ ഇപ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലും ഗംഗയിലൂടെ ശവങ്ങൾ ഒഴുകുകയാണ്. അതിനാരും ഉത്തരവാദിയാരാണ്? ബീഹാറുകാർ പറയുന്നത് UP നിന്ന് ഒഴുക്കി വിടുന്നതാണ് എന്ന്. UP യിൽ എത്ര പേർ മരിക്കുന്നു എന്ന കണക്ക് പോലും ലഭ്യമല്ല. എന്ന് വേണ്ട, ഇന്ത്യയിൽ തന്നെ മരിക്കുന്നവർ അണ്ടർ റിപ്പോർട്ടഡ് ആണ് എന്ന് WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തന്നെയാണ് പറയുന്നത്. കേരളത്തിൽ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്? ഇല്ല, കേരളത്തിലുമില്ല എന്ന് വയ്ക്കുക. പക്ഷെ അതല്ല അവിടുത്തെ അവസ്ഥ. UP യിൽ മരിക്കുന്നുണ്ടോ എന്ന് പോലും അറിയുന്നില്ല, വാർത്തകൾ പോലും ഇല്ല. ഞാൻ ചോദിച്ചതിന് താങ്കൾക്ക് ഉത്തരം മനസ്സിലായല്ലോ. എല്ലാ സംസ്ഥാനങ്ങളിലും അണ്ടർ റേറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ സമ്മതിക്കുന്നു. കേരളത്തിലും ചെയ്യുന്നുണ്ട്. കേരളത്തിലെ ഇവിടുത്തെ മോർച്ചറിയിലെ അല്ലെങ്കിൽ ഇവിടുത്തെ ക്രിമിറ്റോറിയത്തിലെ കണക്കുകൾ നമുക്ക് ഒരുമിച്ച് പോയി എടുക്കാം. മാധ്യമങ്ങൾക്ക് കിട്ടുമോ? നോക്കൂ ശിവശങ്കരൻ, കേരളത്തിൽ ഉൾപ്പെടെ ഇന്ത്യയിൽ അത് അണ്ടർ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നെങ്കിൽ അതിന് കാരണം ICMR ആണ്, കേന്ദ്ര സർക്കാരാണ്. കേന്ദ്ര സർക്കാർ നയം മാറ്റി കഴിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യപ്പെടും. അപ്പൊ അജിൻസ് പറഞ്ഞത് ICMR എല്ലാ മോർച്ചറിയിലും വന്നു നിന്ന് അങ്ങനെയല്ല. എങ്ങനെ റിപ്പോർട്ട് ചെയ്യണമെന്നുള്ളത് ICMR പ്രോട്ടോകോൾ അനുസരിച്ചാണ് ഇന്ത്യയിൽ നടക്കുന്നത്. ആ പ്രോട്ടോകോൾ മാറ്റിയാൽ മതി എന്നാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത്. അല്ല, അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഞങ്ങൾക്ക് ICMR CAA നടപ്പിലാക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്ന മുഖ്യമന്ത്രിക്ക് തീർച്ചയായിട്ടും ICMR-ന്റെ ഈ നയം തെറ്റാണ്, ഞങ്ങൾ ശക്തമായി സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയാനുള്ള. അപ്പോഴും നിങ്ങൾ നയം തിരുത്താൻ തയ്യാറല്ല. ഞാനത് പറഞ്ഞില്ലല്ലോ. ICMR-ന്റെ നയം തെറ്റാണെങ്കിൽ തിരുത്തണം, ഒരു സംശയവുമില്ല. പക്ഷെ അത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ സമയത്ത് ഞങ്ങൾ ICMR-നെ പൂർണ്ണമായി അംഗീകരിക്കുകയും അതല്ലാത്ത സമയത്ത് ICMR തള്ളി പറയാറുള്ള ഒരു സംസ്ഥാനവും ശിവശങ്കരൻ, കേരളം ഉൾപ്പെടെ ഒരു സംസ്ഥാനവും ICMR തള്ളി പറഞ്ഞുകൊണ്ടല്ല കോവിഡ് പ്രതിരോധം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവരുടെ പ്രോട്ടോകോൾ അനുസരിച്ച് തന്നെയാണ്. ഏതൊക്കെ കാര്യത്തിൽ തള്ളി പറഞ്ഞിരിക്കുന്നത്? ഏത് കാര്യത്തിൽ? വാക്സിന്റെ വിശ്വാസ്യതയുടെ കാര്യത്തിൽ, വാക്സിന്റെ ഡോസേജിന്റെ ഗ്യാപ്പിന്റെ കാര്യത്തിൽ, വാക്സിൻ നൽകുന്ന കാര്യത്തിൽ, വാക്സിൻ ഉപയോഗിക്കുന്ന കാര്യത്തിൽ, എത്ര കാര്യത്തിൽ സംസ്ഥാനത്തെ അന്നത്തെ ഇവിടുത്തെ മന്ത്രിമാർ തന്നെ ICMR-ന്റെ പല നിർദ്ദേശങ്ങളെയും എതിർത്ത് പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയമായി പല പാർട്ടികളും വ്യക്തമായി എതിർത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് ശാസ്ത്രീയമല്ലാത്ത എന്തെങ്കിലും കാര്യം ഇനിയിപ്പോ കേന്ദ്രം തീരുമാനിച്ചാലും അതിനെ വിമർശിക്കണമല്ലോ. അങ്ങനെ വിമർശിക്കാൻ പാടില്ല എന്നുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. ശാസ്ത്രീയത എന്ന് പറയുന്നത് ഇന്ന് പറയുന്ന ശാസ്ത്രീയത നാളെ മാറിയിട്ടുണ്ട്. എത്ര ശാസ്ത്ര നേട്ടങ്ങളെല്ലാം അങ്ങനെയാണല്ലോ. ഇന്ന് പറയുന്നത് നാളെ ഒരുപക്ഷെ മാറ്റം ഉണ്ടാവാം. പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുമ്പോൾ മാറിയിട്ടുണ്ടാകാം. ആ മാറ്റങ്ങൾ അംഗീകരിക്കാൻ സാധ്യതയുണ്ട്. ഇന്ന് നമ്മൾ ശാസ്ത്രീയമാണെന്ന് അത്തരം കാര്യങ്ങൾ വിമർശിക്കുന്നതും ഇതും തമ്മിൽ എന്താണ് താരതമ്യം ശിവശങ്കരൻ? ഒരു കാര്യമില്ല. അപ്പൊ തെറ്റുണ്ടെങ്കിൽ ICMR-ന്റെ തെറ്റ് പറ്റിയത് തിരുത്തിയിട്ടുണ്ടാകാം. ശരി, അതേ ഞാൻ മടങ്ങി വരാം താങ്കളിലേക്കും മറ്റതിഥികളിലേക്കും ഒരു ഇടവേളയ്ക്ക് ശേഷം.
ഡോക്ടർ രാമൻ, എനിക്കറിയേണ്ടത് ഇപ്പോൾ ഡൽഹിയിലെ കാര്യം വിടുക. ഡൽഹിയിൽ മാധ്യമങ്ങളുടെ ഒരു ശ്രദ്ധയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അവിടെ ആളുകൾ പിടഞ്ഞു വീണ് മരിക്കുന്നത് മാധ്യമങ്ങളിലൂടെ പുറത്ത് കാണുന്നുണ്ട്. ഈ ഗ്രാമങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത്? യു പിയിലും ബീഹാറിലും ബംഗാളിലുമെല്ലാം ഇപ്പോൾ എന്താണ് നടക്കുന്നതെന്ന് സംബന്ധിച്ച് വല്ല വിവരവുമുണ്ടോ? ഈ മരണങ്ങൾ അണ്ടർ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇപ്പോൾ കേരളത്തിലും അതുപോലെയാണ്. ICMRന്റെ പ്രോട്ടോകോൾ അനുസരിച്ചാണ് ഇവിടെയും അണ്ടർ റിപ്പോർട്ടിംഗ് ആണ് എന്ന് ശിവശങ്കരൻ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ കണക്ക് ലഭ്യമാകും വിധം ICMRന്റെ പോളിസി തിരുത്തേണ്ടതല്ലേ? എന്നോടാണോ ചോദ്യം? അതെ അതെ ഡോക്ടർ രാമൻ. ഒന്ന്, ഈ കേരളത്തിന്റെ മരണത്തിന്റെ കാര്യത്തിൽ അണ്ടർ റിപ്പോർട്ടിംഗ് ഉണ്ട് എന്നുള്ളത് ഒരു സിറ്റിസൺസ് റിപ്പോർട്ടിംഗ് സ്റ്റഡിയുടെ ഭാഗമായിട്ട് മാധ്യമങ്ങളിൽ വന്ന കാര്യങ്ങളും സർക്കാർ റിപ്പോർട്ട് ചെയ്തതും തമ്മിലുള്ള ഒരു വ്യത്യാസം ഒഴിച്ചാൽ കേരളത്തിന് അങ്ങനെ ഒരു റിപ്പോർട്ടിംഗ് അത് മാധ്യമങ്ങളിൽ നിന്നാണെങ്കിലും പൊതു സമൂഹത്തിൽ നിന്നാണെങ്കിലും അങ്ങനെ ഒരു റിപ്പോർട്ട് വന്നതായിട്ട് ഞാൻ ഇതുവരെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഒരു സിറ്റിസൺസ് റിപ്പോർട്ടിംഗിന്റെ പേപ്പർ ഞാൻ വായിച്ചിട്ടുണ്ട്. ആ പേപ്പറിന്റെ പ്രകാരം മീഡിയയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട മരണവും സർക്കാർ റിപ്പോർട്ട് ചെയ്യപ്പെട്ട മരണങ്ങളും തമ്മിലുള്ള ഒരു വ്യത്യാസം അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആ വ്യത്യാസം ഏത് തരത്തിലാണ്, എത്രമാത്രം ഗൗരവമായിട്ടുള്ള വ്യത്യാസം ഉണ്ട് എന്ന് ചോദിക്കുമ്പോൾ അതൊരു വളരെ ഗൗരവമായിട്ടുള്ള വ്യത്യാസമായിട്ടല്ല മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ കാര്യം, കേരളത്തിൽ പൊതുവെ കഴിഞ്ഞ ഒരു വർഷം കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മരണം രജിസ്റ്റർ ചെയ്യപ്പെടുന്ന സ്ഥലമാണ് കേരളം. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഒരു മരണം പോലും രജിസ്റ്റർ ചെയ്യാതെ പോകാൻ കഴിയില്ല. ആ ഒരു സ്ഥിതി വെച്ച് നോക്കുമ്പോൾ കേരളത്തിലെ മരണങ്ങൾ കുറഞ്ഞിരിക്കുന്നു, എല്ലാ തരത്തിലുമുള്ള മരണങ്ങൾ കുറഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു ഡാറ്റയാണ് കേരളത്തിലെ ജനന മരണ രജിസ്ട്രേഷൻ സംവിധാനങ്ങളെ പറ്റി നമുക്ക് ആർക്കും അങ്ങനെ ഒരു പരാതി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മരണം പൊതുവെ കുറഞ്ഞിരിക്കുകയാണ് എന്ന ഒരു ഡാറ്റ വളരെ കൃത്യമായി കേരളത്തിൽ നിന്ന് സൂചന തരുന്നുണ്ട്. കോവിഡിന്റെ കാര്യത്തിൽ അതിനെ മറ്റെന്തെങ്കിലും രോഗമാക്കി മാറ്റി പിന്നെ അതിന് റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥിതി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഭോപ്പാലിലോ അല്ലെങ്കിൽ ലക്നൌവിലോ അല്ലെങ്കിൽ ഡൽഹിയിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലോ നമുക്ക് ശ്മശാനങ്ങളിൽ നിന്ന് ഈ അവർ റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ 10 മടങ്ങ് എത്രയോ മടങ്ങ് ശവശരീരങ്ങൾ കോവിഡ് പ്രോട്ടോകോളിൽ ദഹിപ്പിക്കുന്ന ഒരു സ്ഥിതി അല്ലെങ്കിൽ സംസ്കരിക്കുന്ന സ്ഥിതി കേരളത്തിൽ ഉണ്ടോ എന്നുള്ളത് എന്റെ അറിവിൽ ഇല്ല. അത് ഞാൻ കേരളത്തിൽ താമസിക്കുന്ന ഒരാളല്ലാത്തതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി പറയാൻ കഴിയും. അതുകൊണ്ട് ഞാൻ കേരളത്തെ മാറ്റി നിർത്തിക്കൊണ്ട് മാത്രമേ ഞാൻ ഇന്ത്യയിലെ വിവരങ്ങളെ പറ്റി ഞാൻ വിശകലനം ചെയ്യാൻ തയ്യാറുള്ളൂ. കാരണം കേരളം ഈ കാര്യത്തിൽ ഒരു ഔട്ട്ലെയർ ആണ്. അത് ചികിത്സയുടെ കാര്യത്തിലാണെങ്കിലും വാക്സിനേഷന്റെ കാര്യത്തിലാണെങ്കിലും പ്ലാനിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലും കരുതലിന്റെ കാര്യത്തിലാണെങ്കിലും തൊഴിലാളികൾക്ക് വേണ്ട ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്ന കാര്യത്തിലാണെങ്കിലും ഡാറ്റയുടെ കാര്യത്തിലാണെങ്കിലും കേരളത്തെ ഞാനൊരു ഔട്ട്ലെയർ ആയിട്ട് കണ്ടുകൊണ്ട് മാത്രമേ ഞാൻ ഇതിനെ സമീപിക്കാൻ കഴിയൂ എന്നാണ് എന്റെ അഭിപ്രായം. ഒന്ന്. രണ്ട്, ഇന്ത്യയിലൊട്ടാകെ ഈ ഡാറ്റയുടെ ഒരു പ്രശ്നം ഇത് എന്തിന് നമ്മൾ ഇതുപോലെയുള്ള ഒരു മഹാമാരിയല്ല, ഒരു നൂറ്റാണ്ടിന് മുൻപ് കോടിക്കണക്കിന് ജനങ്ങൾ മരിച്ച ഒരു സ്ഥിതിവിശേഷമാണ് സ്പാനിഷ് ഫ്ലൂവിന്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നത്. ആ സ്ഥിതി നിലനിൽക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ ആരോഗ്യ വ്യവസ്ഥ വെച്ച് നോക്കുമ്പോൾ, ഇന്ത്യയിലെ ആരോഗ്യ വ്യവസ്ഥ വെച്ച് നോക്കുമ്പോൾ കൃത്യമായും പ്ലാൻ ചെയ്ത് ഒഴിവാക്കാൻ കഴിയുമായിരുന്ന എത്രയോ മരണങ്ങൾ നമ്മുടെ കൺമുന്നിൽ വെച്ച് നടക്കുന്നുണ്ട്. നിങ്ങൾ നേരത്തെ പറഞ്ഞ ഈ ഡൽഹിയില് ഒരുപാട് സന്നദ്ധ പ്രവർത്തകർ, ഒന്നോ രണ്ടോ പേരുടെ പേരുകൾ മാത്രമാണ് പുറത്തു വരുന്നത് എങ്കിലും ഈ പോലീസിന്റെ ഭീഷണി നേരിട്ടത് ഇപ്പൊ ഞാനടക്കം പ്രവർത്തിക്കുന്ന ഒരു മെഡിക്കൽ സപ്പോർട്ട് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു പല സംഘടനകളിൽ നിന്ന്, പല സാമൂഹിക സംഘടനകളിൽ നിന്ന് ഒരുമിച്ച് വന്ന് പ്രവർത്തിക്കുന്ന ഡോക്ടർമാരും നഴ്സുമാരും ആരോഗ്യ പ്രവർത്തകരും അല്ലാത്തവരുമായിട്ടൊരു 1000-ഓളം ആളുകളുടെ ഒരു കൂട്ടായ്മ, പിന്നെ ഒരു ഡൽഹി സോളിഡാരിറ്റി ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, ഡോക്ടേഴ്സ് ഫോർ യു എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, അതുപോലെ ജനസ്വാസ്ഥ്യ അഭിയാൻ നടത്തുന്ന ടെലി കൺസൾട്ടേഷൻ, ഇങ്ങനെ പല സംഗതികളും ഡൽഹിയിൽ നടക്കുന്നുണ്ട്. അത് പക്ഷേ ഈ രാഷ്ട്രീയമായ ഇടപെടലുകളും അല്ലെങ്കിൽ എന്താ പറയുക വിസിബിൾ ആയിട്ടുള്ള ഇടപെടലുകളും ശ്രദ്ധകൾ ക്ഷണിച്ചു വരുത്തുമ്പോൾ ആളുകളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി ഒരുപാട് സന്നദ്ധ പ്രവർത്തകർ നടക്കുന്നുണ്ട്. അപ്പോ ഡൽഹിയില് ഈ പ്രശ്നങ്ങൾ നേരിടുന്നത് ഈ പറഞ്ഞ സന്നദ്ധ പ്രവർത്തകരും ഈ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. നേരത്തെ ചോദിച്ച ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ആളെ മാത്രമല്ല, ഒരുവിധം എല്ലാ ആരോഗ്യ പ്രവർത്തകർക്കെതിരെയും ഈ പോലീസുകാരുടെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഈ കരിഞ്ചന്ത നടക്കുന്നുണ്ടെങ്കിൽ അത് ഓക്സിജന്റെ ആണെങ്കിലും രാംഡെസിവിറിന്റെ കാര്യം പറയുമ്പോൾ പ്രത്യേകിച്ചും പറയേണ്ട ഒരു കാര്യം രാംഡെസിവിർ അല്ലെങ്കിൽ പ്ലാസ്മ, ഇതൊന്നും തന്നെ കോവിഡ് പ്രതിരോധത്തിൽ, കോവിഡ് ചികിത്സയിൽ ഒരു പരിധിക്ക് അപ്പുറം ഗുണം ചെയ്യുന്നതാണ് എന്ന് തെളിവില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ആശുപത്രികളിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് ആശുപത്രികളിലോ അല്ലെങ്കിൽ പബ്ലിക് ആശുപത്രികളിലാണെങ്കിലും എല്ലാവർക്കും രാംഡെസിവിർ യാതൊരു മാറ്റവുമില്ലാതെ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു പ്രശ്നം, ആ പ്രിസ്ക്രൈബ് ചെയ്യുന്ന പ്രശ്നവും കൂടി ഈ പറയുന്ന കരിഞ്ചന്തയിലേക്ക് കാര്യങ്ങളെ എത്തിക്കുന്നുണ്ട്. അതേസമയത്ത് ഓക്സിജൻ വളരെ അത്യാവശ്യമായിട്ടുള്ള സംഗതിയാണ്. ഈ ഓക്സിജന്റെ കരിഞ്ചന്ത
അത് നിർത്തുന്നതിന് പകരം ഈ ഓക്സിജൻ പല വഴിക്ക് ആളുകളെ വിളിച്ചും അതിന്റെ സോഴ്സുകൾ കണ്ടെത്തിയും സംഘടിപ്പിക്കുന്ന ആളുകളെ ചോദ്യം ചെയ്യുന്നതോടുകൂടി ജനങ്ങൾക്ക് അത് കിട്ടാവുന്ന എല്ലാ സംവിധാനങ്ങളും നിർത്തലാക്കുക എന്നുള്ള സ്ഥിതിയാണ് സർക്കാരിന്റെ നടപടിയുടെ ഭാഗമായിട്ട് വരുന്നത്. ഇത് ഡൽഹി പോലീസിന്റെ കാര്യം പറയുമ്പോൾ ഡൽഹി പോലീസ് പൊതുവെ ഇത് ഡൽഹി ഗവൺമെന്റുമായി ബന്ധപ്പെട്ടതാണ് എന്ന തെറ്റിദ്ധാരണ പലർക്കും ഉണ്ടാവും. ഡൽഹി പോലീസ് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഒരു ഏജൻസിയാണ്, കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള ഏജൻസിയാണ് എന്നുള്ളത് കൃത്യമായിട്ട് പറയേണ്ടതുണ്ട്. ഇനി ഞാൻ ഗ്രാമപ്രദേശങ്ങളിലെ കാര്യങ്ങളിലേക്ക് വരാം. നമ്മൾ കേൾക്കാനിരിക്കുന്ന വളരെ ഭീതിജനകമായ ഒരു വാർത്ത, ഞാനിന്ന് യു പിയിലെ ഫത്തേപൂര്, അതുപോലെ യു പിയിലെ ബീഹാറിലെ ഗയ, പിന്നെ ഹരിയാനയിലെ പാനിപ്പത്ത്, ഇങ്ങനെ പല ജില്ലകളിലും ഉള്ള ഞാൻ അറിയുന്ന പ്രവർത്തകരുമായി സംസാരിച്ചെന്ന് മനസ്സിലായത് അവിടെ ടെസ്റ്റുകൾ നടക്കുന്നില്ല. ടെസ്റ്റുകൾ നടക്കാനുള്ള കിറ്റുകൾ അവിടുത്തെ ആരോഗ്യ കേന്ദ്രങ്ങളിലില്ല. ടെസ്റ്റുകൾ നടക്കാത്തതുകൊണ്ട് തന്നെ കോവിഡ് എന്നുള്ള ഒരു രോഗം കൺഫേം ചെയ്യപ്പെടുന്നില്ല. കൺഫേം ചെയ്യപ്പെടാത്തതുകൊണ്ട് തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നില്ല. പക്ഷേ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് മരണം റിപ്പോർട്ട് ചെയ്യുന്നത് ഈ കഴിഞ്ഞ 2-3 ആഴ്ചകളിലായി മരണത്തിന്റെ സംഖ്യ സാധാരണ നടക്കുന്നതിന്റെ 5-6 ഇരട്ടി മരണത്തിന്റെ സംഖ്യ, അത് IDSPയുടെ ഡാറ്റയും അതുപോലുള്ള കാര്യങ്ങൾ ഡാറ്റയുമായിട്ട് കോറിലേറ്റ് ചെയ്ത് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഞങ്ങളത് മുഴുവനാക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഒറ്റ നോട്ടത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന അസുഖത്തിന്റെയും മോർബിഡിറ്റിയുടെയും മോർട്ടാലിറ്റിയുടെയും കണക്കുകൾ സാധാരണ ഉണ്ടാകുന്ന കണക്കുകളുടെ 10 മടങ്ങാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത്. കൃത്യമായിട്ട് അനലൈസ് ചെയ്തതിനു ശേഷം ഇത് കൺഫേം ചെയ്യാൻ കഴിയുള്ളൂ. പക്ഷേ ഏതാണ്ട് കൺഫേം ആകും എന്ന് ഉറപ്പുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഈ ഡാറ്റ കാണുമ്പോൾ നമുക്കുള്ളത്. ഈ ഡാറ്റ സർക്കാർ പറയുന്ന ഡാറ്റയെക്കാളും സർക്കാർ റിപ്പോർട്ട് ചെയ്യുന്ന മരണങ്ങളുടെ ഡാറ്റയെക്കാളും എത്രയോ മുകളിലാണ് ഈ കാര്യം. ഈ 3 ജില്ലകളിൽ വെച്ച് കാര്യങ്ങൾ വെച്ച് മാത്രമാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇനി ഇത് മറ്റു ജില്ലകളിൽ കൂടി വ്യാപിപ്പിച്ചുകൊണ്ട് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല ഈ ആരോഗ്യ പ്രശ്നത്തെ രാഷ്ട്രീയവൽക്കരിച്ച് കാണുന്നതിലല്ല, പകരം ഈ ആരോഗ്യ പ്രശ്നത്തെ ഒരു പൊതുജനാരോഗ്യ പരാജയമാക്കി മനസ്സിലാക്കാനും ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും അത്തരം പരാജയങ്ങൾ സംഭവിക്കാതെ നമുക്ക് ഓരോ ഗ്രാമപ്രദേശങ്ങളിലെ ആരോഗ്യ സംവിധാനങ്ങൾ നമുക്ക് എങ്ങനെ മെച്ചപ്പെടുത്താം, അവിടെ ഓക്സിജൻ ആളുകൾക്ക് കിട്ടണമെങ്കിൽ അതിനുള്ള സംവിധാനങ്ങൾ എങ്ങനെ ചെയ്യാം, അവിടെ മരുന്നുകൾ കൃത്യമായിട്ട് എത്താൻ എന്ത് ചെയ്യണം, അവിടെ രജിസ്ട്രേഷനും ഡാറ്റയും കൃത്യമാക്കാൻ എന്ത് ചെയ്യണം, ടെസ്റ്റുകൾ നടത്താൻ എന്ത് ചെയ്യണം, അതുപോലെയുള്ള കാര്യങ്ങൾ. ഇപ്പൊ ചില സ്ഥലത്തൊക്കെ ഇന്നത്തെ സ്ഥിതി വെച്ച് നോക്കുകയാണെങ്കിൽ നീതി ആയോഗിന്റെ ഏറ്റവും പുതിയ ചർച്ചകൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു കാര്യം, പല സ്ഥലങ്ങളിലും ഇപ്പോ പണ്ട് നമ്മൾ മലേറിയക്ക് പറഞ്ഞിരുന്ന പോലെ പനിയാണോ മലേറിയ ആയിരിക്കും ക്ലോറോക്വിൻ കഴിക്കൂ എന്ന് പറയുന്നത് പോലെ പരിശോധിച്ച് ലാബ് പരിശോധനയിൽ നെഗറ്റീവ് അല്ലെങ്കിൽ ഏത് ലക്ഷണവും കോവിഡ് ആയി കാണണം എന്നുള്ള ഒരു പരിസ്ഥിതിയിലേക്കാണ് അത്രയും എന്റെ ചോദ്യം, താങ്കൾ ഇപ്പോൾ പറഞ്ഞല്ലോ പാനിപ്പത്ത്, ഫത്തേപൂര്, ഗയ പോലുള്ള പട്ടണങ്ങളോ നഗരങ്ങളുമായ സ്ഥലങ്ങളിലെ ആരോഗ്യ പ്രവർത്തകരുമായാണ് താങ്കൾ ബന്ധപ്പെടുന്നത്. അങ്ങനെയല്ലല്ലോ ഗ്രാമങ്ങളിലെ കാര്യം. ഈ ഗ്രാമങ്ങളിൽ എന്ത് നടക്കുന്നതിനെ കുറിച്ച് വിവരമുണ്ടോ? നഗരം മാത്രമല്ല, ഗയ എന്ന് പറയുന്ന നഗരം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബോധഗയ അടക്കം ഗ്രാമപ്രദേശങ്ങൾ ഉൾപ്പെടുന്ന വലിയൊരു ജില്ലയാണ് ഗയ. അതുപോലെ തന്നെയാണ് പാനിപ്പത്ത്. ഈ പേരുകൾ മാത്രം, അതിലൊരു നഗരം ഉണ്ടാകാം, അതിലൊരു തലസ്ഥാന നഗരം ഉണ്ടാകാം, പക്ഷെ അതിനകത്തുള്ള ഗ്രാമപ്രദേശങ്ങൾ വളരെ വ്യാപിച്ചു കിടക്കാൻ ഗ്രാമപ്രദേശങ്ങളിലെ ഡാറ്റയാണ് ഞാൻ പറയുന്നത്. ശരി, ശ്രീ അബിൻ, ഇവിടെ മറ്റൊരു കാര്യം കൂടി. ഇപ്പോൾ ഈ എണ്ണത്തിന്റെ കാര്യം, ഡാറ്റയുടെ കാര്യം ഒരു പ്രശ്നമാണ്. അതുപോലെ തന്നെ പ്രശ്നമാണ് നമുക്ക് ആവശ്യമായ ഇൻഫ്രാസ്ട്രക്ചറിന്റെ വിതരണം. ഇപ്പോൾ ഉദാഹരണം, ഏപ്രിൽ 26 അമേരിക്കയിൽ നിന്നെത്തിയ ഒരു കൺസൈൻമെന്റ് ഉണ്ട്. അതിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട സാധനങ്ങളൊന്ന് ഓക്സിജൻ കോൺസെൻട്രേറ്ററാണ്, മറ്റൊന്ന് ടെസ്റ്റ് കിറ്റുകളാണ്. അത് സംസ്ഥാനങ്ങൾക്ക് ഈ നിമിഷവും, നമ്മളിത് ചർച്ച ചെയ്യുന്ന നിമിഷവും എത്തിയിട്ടില്ല എന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിന്റെ ഒരു ലോജിസ്റ്റിക് അമ്പയ പരാജയമാണ്. അതിപ്പോൾ ഓക്സിജന്റെ കാര്യത്തിൽ മാത്രമല്ല, ജീവൻ രക്ഷാ ഔഷധങ്ങളുടെ എല്ലാത്തിന്റെയും കാര്യത്തിൽ ഇത് ബ്ലീഡ് ചെയ്യുന്നത് സംസ്ഥാനങ്ങളുടെ ആരോഗ്യ സംവിധാനവുമാണ്. ഇവിടെ നിങ്ങൾ പ്രതിപക്ഷം ദുർബലമാണെന്ന് തോന്നിക്കുന്ന രീതിയിൽ പലയിടത്തും ഒരു ശബ്ദം, ഇപ്പോൾ ശ്രീനിവാസൊക്കെ ജീവൻ രക്ഷാ പ്രവർത്തനവുമായി ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇതിനെ രാഷ്ട്രീയമായി ചോദ്യം ചെയ്യേണ്ട ഒരു ആവശ്യമില്ലേ അബിൻ? അല്ല, തീർച്ചയായിട്ടും. ഇപ്പോ ശ്രീ PR ശിവശങ്കർ ശ്രീനിവാസ് ചെയ്യുന്ന പ്രവൃത്തികളെയൊക്കെ എത്രമാത്രം ലളിതവൽക്കരിച്ചാണ് ഇവിടെ കാണുന്നത്. അദ്ദേഹം ചെയ്യുന്ന ഈ ഓക്സിജൻ കൊടുക്കുന്നതിനൊക്കെ അദ്ദേഹം വളരെ പുച്ഛത്തോടു കൂടിയാണ് കാണുന്നത്. ശ്രീ PR ഞങ്ങൾക്ക് പറയാനുള്ളത്, അദ്ദേഹത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് മാത്രമല്ല, ഇതുപോലൊരു റബ്ബർ സ്റ്റാമ്പ് ആരോഗ്യമന്ത്രി ഇരിക്കുന്നതിനേക്കാൾ ഭേദം അദ്ദേഹത്തെ പോലെയുള്ള ആളുകളെ ആരോഗ്യമന്ത്രി കൂടി ആക്കണയാണെന്നാണ് പറയാൻ അതിനകത്തുള്ളൂ. പിന്നെ രാഷ്ട്രീയമായി ചോദ്യം ചെയ്യൽ, ഇപ്പോ ശ്രീ PR തന്നെ ഇവിടെ ആദ്യം സൂചിപ്പിച്ചു, ഞങ്ങൾ വാക്സിന്റെ വിതരണത്തിലടക്കം രാഷ്ട്രീയമായി ചോദ്യം ചെയ്യുന്നുണ്ട്. എന്താണ് വാക്സിന്റെ വിതരണത്തിലെ കാര്യം? ഇവിടെ മറ്റ് രാജ്യങ്ങളെല്ലാം 50% മുകളിൽ വാക്സിനേഷൻ നടത്തിയപ്പോൾ ഈ ഇന്ത്യ മഹാരാജ്യം മാത്രം ഇപ്പോഴും 2.97% വാക്സിനേഷൻ നിൽക്കുന്നത്. എന്നിട്ടും
പുറത്തു നിന്ന് അവിടെ സക്സസ് ആയ വാക്സിനുകൾ, ഇപ്പൊ ഫൈസർ പോലെ, ജോൺസൺ ആൻഡ് ജോൺസൺ പോലെ, അവർ ഇവിടെ വാക്സിൻ കൊടുക്കാനുള്ള അനുമതിക്ക് വേണ്ടി കാത്തുകെട്ടി നിൽക്കുകയാണ്. ഇവിടുത്തെ വാക്സിന്റെ വിലയുടെ കാര്യം എന്തുകൊണ്ടാണ് ബിജെപിയുടെ നേതൃത്വത്തിലുള്ള ഈ സർക്കാർ ഈ വാക്സിന് മേൽ ഇങ്ങനെ ചില റെസ്ട്രിക്ഷൻസ് വെക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമല്ലേ അജിംഷെ? ഇവിടെ വലിയ രീതിയിലുള്ള സാമ്പത്തിക ഒരു ആരോപണം അതിന്മേലുണ്ടായാലും അതിനെ ആരും സംശയിക്കാനൊന്നും പറ്റില്ല. കാരണം ഇപ്പോ ഈ കോവിഷീൽഡ് പോലുള്ള വാക്സിനുകൾ നമുക്കറിയാം, ഓക്സ്ഫോർഡ് സർവകലാശാല വളരെ കാലങ്ങൾക്ക് മുമ്പ്, കോവിഡ് വരുന്നതിന് വളരെ മുമ്പ് തന്നെ കണ്ടെത്തിയ ഈ കോവിഷീൽഡ് പോലുള്ള വാക്സിനുകൾ അത് ആസ്ട്രാസെനിക്കയ്ക്ക് കൊടുക്കുമ്പോൾ അവർ വ്യക്തമായ ഒരു നിബന്ധന വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കോവിഡ് എന്ന പാൻഡമിക് തീർന്ന് അതൊരു എൻഡമിക് ആകുന്നത് വരെ ലാഭേച്ഛ ഇല്ലാതെ വേണം ഈ വാക്സിൻ കൊടുക്കാൻ എന്നുള്ളത്. അതേ നിബന്ധന വെച്ചാണ് ആസ്ട്രാസെനിക്ക ഈ കോവിഷീൽഡ് ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യക്ക് നൽകിയത്. അതുപോലെ തന്നെ ഭാരത് ബയോടെക്, അവരൊക്കെ ഈ 150 രൂപയ്ക്ക് ഒരു ഡോസ് വാക്സിൻ കൊടുത്താൽ പോലും ലാഭം ഉണ്ടാകും എന്ന് പറയുന്നിടത്ത് ഇപ്പോൾ 400, 600, 1200 രൂപയൊക്കെയാണ് ഇവിടെ മേടിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്നിട്ടും ഇവിടെ വാക്സിന്റെ വലിയ രീതിയിലുള്ള സ്കേഴ്സിറ്റിയാണ്. ഇന്ത്യ മഹാരാജ്യം ഓഗസ്റ്റ് 2021 ഹേർഡ് ഇമ്മ്യൂണിറ്റി ആകണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ കണക്ക് വെച്ച് തന്നെ ഒരു മാസം 19 കോടി വാക്സിൻ വേണം. ഇന്ന് ഇന്ത്യയുടെ ആഭ്യന്തര ഉൽപാദനത്തിൽ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നത് 9 കോടി വാക്സിനാണ്. അതിൽ തന്നെ അന്താരാഷ്ട്ര പൂള് കോവാക്സ് എന്ന് പറയുന്ന ദരിദ്ര രാജ്യങ്ങൾക്കും വികസനമെത്താത്ത രാജ്യങ്ങൾക്കുമുള്ള അന്താരാഷ്ട്ര പൂളിലേക്ക് 3 കോടി വാക്സിൻ കൊടുക്കണം. 6 കോടി വാക്സിനാണ് ഇന്ത്യയിൽ ഇപ്പോൾ വാക്സിനേറ്റ് ചെയ്യാൻ കിട്ടുന്നത്. 13 കോടി വാക്സിന്റെ സ്കേഴ്സിറ്റിയിലാണ് ഈ രാജ്യം മുന്നോട്ട് പോകുന്നത്. എന്നിട്ടും ഫൈസർ പോലെയുള്ള അല്ലെങ്കിൽ മൊഡേണ പോലെയുള്ള അല്ലെങ്കിൽ ജോൺസൺ ആൻഡ് ജോൺസന്റെ വാക്സിനുകൾക്ക് ഇവിടെ അനുമതി കൊടുക്കുന്നില്ല. ഇവിടെ ട്രയൽ റൺ ചെയ്യണമെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് കോവാക്സിൻ ഇവിടെ ട്രയൽ റൺ ചെയ്തിട്ടാണോ കോവാക്സിൻ ഇവിടെ കൊടുക്കുന്നത്? ഇതിൽ വലിയ രീതിയിലുള്ള അഴിമതിയുടെ ദുരൂഹതകളുണ്ട് അജിംസെ. ഇവിടെ ഭരണാധികാരികൾ മിണ്ടാതിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ കമ്പൽസറി ആയിട്ടുള്ള ലൈസൻസിംഗ് നടത്താം, ഇല്ലെങ്കിൽ ഇവിടെ പേറ്റന്റ് ആക്ടുകളുണ്ട്. ഇവിടെ പേറ്റന്റ് വേവ് ചെയ്യണമെന്ന് അന്താരാഷ്ട്ര സമൂഹത്തിൽ അങ്ങനെയാണെങ്കിൽ PM കെയർ ഫണ്ടിൽ നിന്ന് വെന്റിലേറ്ററുകൾ വാങ്ങുമെന്ന് കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ചതാണ്. 2000 കോടി നീക്കിവെച്ചു. അത് മുഖേന PM കെയർ ഫണ്ടിൽ നിന്ന് വാങ്ങിയ 1.5 ലക്ഷം രൂപയ്ക്ക് വെന്റിലേറ്റർ ലഭ്യമാകുന്നത് 4 ലക്ഷം രൂപയ്ക്ക് പ്രൊക്യൂർ ചെയ്തു. അത് ആശുപത്രികൾക്കൊക്കെ വിതരണം ചെയ്തിട്ടുണ്ട്. കാസർകോട് 17 വെറുതെ ഇരിക്കുകയാണ്. ഇന്ന് ഔറംഗാബാദ് മെഡിക്കൽ കോളേജിൽ PM കെയർ ഫണ്ടിൽ നിന്ന് വാങ്ങിയ വെന്റിലേറ്ററുകൾ കളിപ്പാട്ടങ്ങളാണ്, അത് ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവിടുത്തെ മെഡിക്കൽ സൂപ്രണ്ട് റിപ്പോർട്ട് നൽകിയിരിക്കുന്നു മുകളിലേക്ക്. വലിയ, അതായത് ഒരു ദുരന്തകാലത്ത് പോലും ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സർക്കാരിനെ കുറിച്ചാണ് താങ്കൾ പറയുന്നത്. ഞാൻ അങ്ങയുടെ ചോദ്യത്തിലേക്ക് വരാൻ സമയമുണ്ടെങ്കിൽ വരാം. എനിക്ക് എത്ര മിനിറ്റ് കിട്ടും ഉത്തരം പറയാനനുസരിച്ച് ഞാൻ മറ്റുള്ള ചോദ്യങ്ങളിലേക്ക് കടക്കാം. കാരണം കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള കുറച്ച് മിനിറ്റുണ്ട് ശ്രീ ശിവശങ്കർ. വളരെ വളരെ സന്തോഷം. അപ്പൊ ഈ ഫൈസറിനെ കുറിച്ച് എനിക്ക് ഞാൻ അദ്ദേഹത്തിന്റെ ചർച്ച കേൾക്കുകയായിരുന്നു. എന്തുകൊണ്ടാണ് ഫൈസറിന് ഇന്ത്യയിലേക്ക് സാങ്ഷൻ കിട്ടാത്തതെന്ന് അദ്ദേഹത്തിന് അറിയാഞ്ഞിട്ടല്ല. അദ്ദേഹം ഇത്രയൊക്കെ വ്യക്തമായ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഫൈസർ ഈ ആപ്ലിക്കേഷൻ തന്നെ പിൻവലിച്ചുകൊണ്ട് പോയത് എന്നും ഇന്ത്യയിലെ നിയമവ്യവസ്ഥ അനുസരിച്ച് അവർക്ക് ഇതിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ താല്പര്യമില്ല എന്നും ഇൻഷുറൻസിന്റെ പ്രശ്നമടക്കം ഇവിടെ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളിൽ അവർക്ക് പറ്റില്ല, ഇന്ത്യൻ നിയമവ്യവസ്ഥ തന്നെ ഫൈസറിന് വേണ്ടി മാറ്റണം എന്നാണോ അബിൻരാജ് പറഞ്ഞു വരുന്നത്? അപ്പോ ഇതെല്ലാം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ സമയത്ത് അബിൻ വരെ ശ്രമിക്കുന്നുവെങ്കിൽ ഒരു സംസ്ഥാന പ്രസിഡന്റ്, പ്രത്യേകിച്ച് ഡൽഹിയിലെ ആളൊക്കെ എത്രത്തോളം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുമെന്ന് എന്നെ കേൾക്കുന്ന ജനങ്ങൾ വിശ്വസിക്കട്ടെ. ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ജനങ്ങൾ തന്നെ ഗൂഗിൾ സെർച്ച് ചെയ്ത് കാര്യങ്ങൾ പഠിക്കട്ടെ. സമയമില്ലാത്തതുകൊണ്ട് രണ്ടാമതും പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇടപെടുന്നത്. ദേശീയ പ്രസിഡന്റ് രണ്ടാമത്തെ കാര്യം, ഈ സംസ്ഥാനത്ത് ഇപ്പൊ BJP നേതാവായിരിക്കില്ല, കളക്ടറോ MLA യോ അല്ലെങ്കിൽ അവിടുത്തെ മെഡിക്കൽ ഓഫീസറോ, ഇവർക്കൊന്നും കിട്ടാത്ത ഓക്സിജൻ എന്തുകൊണ്ട് അവിടുത്തെ ഒരു കോൺഗ്രസ് നേതാവിന്, MLA യും MP യും അല്ലാത്ത ഒരു കോൺഗ്രസ് നേതാവിന്, ഭരണത്തിന്റെ ഭാഗവുമല്ലാത്ത നേതാവിന് കിട്ടുന്നു എന്ന് വെച്ചാൽ BJP മാത്രമല്ലല്ലോ, അവിടുത്തെ ആം ആദ്മി പാർട്ടിയുടെ MLA അല്ലെങ്കിൽ അവിടുത്തെ കളക്ടർ അല്ലെങ്കിൽ അവിടുത്തെ പോലീസ് വേണമെങ്കിൽ BJPയുടെ ആണെന്ന് വെക്കാം, മറ്റ് ആരോഗ്യ പ്രവർത്തകരെ, ഇവരെ എല്ലാം ഓവർകം ചെയ്തുകൊണ്ട് ഇദ്ദേഹത്തിന് വല്ല പ്രത്യേക സിദ്ധിയുണ്ടോ? അദ്ദേഹത്തിന് ഓക്സിജൻ എവിടെയുണ്ടെന്ന് മണത്തറിയാനുള്ള ഘ്രാണശക്തി എന്തെങ്കിലും ഉണ്ടോ എന്നത് എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അദ്ദേഹം അത് സംസ്ഥാനത്തെ ഭരണകൂടത്തെയോ അതല്ലെങ്കിൽ അവിടുത്തെ ആരോഗ്യ പ്രവർത്തകരെ ചെയ്യേണ്ടതെന്നാണ് ശിവശങ്കരൻ. താങ്കൾ എന്താണ് പറഞ്ഞു വരുന്നത്? 1000 പേരടങ്ങുന്ന ഒരു ടീം ജീവൻ പണയം വെച്ച് ജനങ്ങൾക്ക് ഓക്സിജൻ കൊടുക്കാൻ വേണ്ടി പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾ അവരുടെ ഇന്റഗ്രിറ്റിയെ സംശയിക്കുകയാണോ? ഇതാണ് എന്റെ ചോദ്യം. എന്റെ മൗലികമായ ചോദ്യം ഇതാണ്. എന്റെ മൗലികമായ ചോദ്യം, ഇത് അവിടുത്തെ കളക്ടർ ഇത്തരത്തിൽ ആധുനിക ഒരു ഉപകരണവും ഇല്ലാത്ത, ശല്യീകരിച്ച ഒന്നുമില്ലെന്നാണോ?
എനിക്കറിയില്ല. ഡൽഹിയിലെ കളക്ടർ നാട് വിട്ടു, മെഡിക്കൽ ഓഫീസർ നാട് വിട്ടു, ആശുപത്രിയിൽ രോഗികളും ഈ ശ്രീനിവാസനും മാത്രമേ ഉള്ളൂ എന്നുള്ള രംഗമാണെങ്കിൽ എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ശ്രീനിവാസനെ പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നു. അദ്ദേഹം നല്ലത് ചെയ്യുന്നു, ഞാൻ ഒറ്റ അംഗീകരിക്കുന്നു. കാര്യം, ബംഗാൾ തെരഞ്ഞെടുപ്പിന് ശേഷം അമിത്ഷാ എവിടെയാണ്? അമിത്ഷാ എവിടെയാണ്? അതാണ് എന്റെ ചോദ്യം. അവരൊക്കെ എവിടെയാണ്? അമിത്ഷാ വന്ന് ഇറങ്ങി വരേണ്ട സമയത്ത് ചെയ്തല്ലോ. എപ്പോ? ഡൽഹിയില് അദ്ദേഹം ചെയ്തു. ബംഗാളിൽ പോയി ഇലക്ഷൻ റാലി നടത്തി, കോവിഡ് പരത്തി. വേറെ എന്താണ് അദ്ദേഹം ചെയ്തത്? ഞാൻ ഏതായാലും ബംഗാളിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഗംഗയിലേക്ക് ഒഴുകി വരുന്ന ജഡത്തെ മാത്രമേ കാണുള്ളൂ. ബംഗാളിലെ BJP ആണെന്ന ഒറ്റ കാരണം കൊണ്ട് പീഡിപ്പിക്കപ്പെട്ട, പരസ്യമായി 10-15 പുരുഷന്മാരാൽ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകളെ കുറിച്ച് നിങ്ങൾക്ക് ചർച്ച ചെയ്യാൻ നമ്മൾ ചർച്ച സമയമുണ്ടായിരുന്നില്ല. ചെയ്തു. അപ്പോ ഒരാഴ്ച മുമ്പ് ചർച്ച ചെയ്തു. നിങ്ങൾ ആ പരാതി പറഞ്ഞപ്പോൾ തന്നെ ആ ദിവസം തന്നെ ചർച്ച ചെയ്തു മീഡിയ. ഞാൻ കണ്ടിരുന്നു. എന്ത് ചർച്ച ചെയ്യുന്നു, എത്രയെന്ന് ചർച്ച ചെയ്യുന്നു ഞാൻ കണ്ടിരുന്നു. തീർച്ചയായിട്ടും ഞാൻ കണ്ടിരുന്നു. വളരെ നന്ദി. ചർച്ചകൾ നടക്കട്ടെ. അപ്പോ ഞാനതും പറയുന്നില്ല. നിങ്ങൾക്ക് അതിനുള്ള അവകാശമുണ്ട്. നിങ്ങൾക്ക് എന്ത് ചർച്ച ചെയ്യണം, എന്ത് ചർച്ച ചെയ്യേണ്ട, നിങ്ങളുടെ TRP റേറ്റിംഗ് എവിടെയുണ്ടെന്നൊക്കെ ജനങ്ങൾ നിശ്ചയിക്കട്ടെ. അതൊന്നുമല്ല പ്രശ്നം. പക്ഷേ ഇത് നോക്കൂ, ഒരു ഡോക്ടർക്ക് പഞ്ചാബിലെയും അല്ലെങ്കിൽ UP-യിലെയും ബീഹാറിലെയും ഗ്രാമങ്ങൾ, ഗയയിലേക്ക് കാണാൻ പറ്റുന്നു. പക്ഷേ ഈ കേരളത്തിലെ കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന് ചർച്ച ചെയ്യാൻ താല്പര്യമില്ല. ഇവിടുത്തെ ശ്മശാനത്തിന്റെ റെക്കോർഡുകൾ മീഡിയ വണ്ട് കിട്ടുന്നുണ്ടോ? ശ്മശാനത്തിന്റെ റെക്കോർഡുകൾ. അപ്പോ ഏത് ഇന്ത്യൻ സംസ്ഥാനത്തെക്കാളും ഭേദമാണ് കേരളം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ശിവശങ്കരൻ. അതിലൊരു ഡാറ്റയുടെയും ആവശ്യമില്ല. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതിലെന്ത് തർക്കിക്കാനാണ്? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ TRP റേറ്റിംഗിനെ കുറിച്ച് താങ്കൾ സൂചിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, TRP റേറ്റിംഗിൽ വലിയ ആശങ്ക ഞങ്ങൾക്കില്ല. കാരണം അങ്ങനെ ആശങ്കപ്പെട്ട ആളുകൾ ജയിലിൽ കിടക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിൽ. അതുകൊണ്ട് അക്കാര്യത്തിൽ ഞങ്ങളെ പരിഹസിക്കാനോ ഭീഷണിപ്പെടുത്താനോ ശ്രമിക്കരുത് ശിവശങ്കരൻ എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. വളരെ നന്ദി ശ്രീ ശിവശങ്കരൻ. ഡോക്ടർ രാമൻ, അബിൻ വർക്കി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് പ്രതികരിച്ചു. ഇടവേള.